അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾ ആരാധിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ ആരാധനയുടെ മുൻപിലും പിറകിലും ഇടത്തും വലത്തുമൊക്കെ ഇരുന്ന ധാരാളം ആളുകൾ, അയൽവക്കത്തുള്ളവർ, സ്നേഹിതർ, നമ്മൾ കണ്ട് പരിചയപ്പെട്ട ധാരാളം ആളുകൾ ഇന്ന് രാത്രിയിൽ ഈ ഭൂമുഖത്തില്ല. പക്ഷേ നമുക്ക് മരിച്ചുപോയ കുറേ ആളുകൾ ദുഷ്ടന്മാരും നമ്മളൊക്കെ കുറേ നല്ലവരും ആയതുകൊണ്ട് ഇങ്ങനെ ശേഷിച്ചിരിക്കുന്നു എന്ന് ഒരു കാലത്തും ചിന്തിക്കരുത്. നേരെ തിരിച്ച് ചിന്തിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അവരൊക്കെ നല്ലവരായിരുന്നു, നമ്മളൊക്കെ കുറച്ചും കൂടെ നന്നാകാനുള്ളവരാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് കൂടുതൽ നല്ലതാണ്. ഞാൻ എല്ലാവരെയും വന്ദനം ചെയ്ത് ഇന്നത്തെ ദൈവാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർപ്പിക്കാനുള്ളതും അതുതന്നെയാണ്. ഇങ്ങനെ ഈ 2-2.5 വർഷം പിന്നിടുമ്പോൾ ഒരു മരണത്തിനും വിട്ടുകൊടുക്കാതെ തടുത്തു മാറ്റിയും വകഞ്ഞു മാറ്റിയും പിടിച്ചു വെച്ചും ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഒരു യോഗമാണ് ഈ പ്രദേശത്ത് ഈ മീറ്റിംഗ്. ഇവിടെ വന്നിരിക്കുവാൻ ദൈവം നമുക്കൊരവസരം തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഞങ്ങളുടെ വചനം ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളോടും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. തലമുറകളുടെ ഭാഗ്യം കണ്ടുകൊണ്ടോ അവർ വിദേശത്ത് പോകുന്ന പണം വാങ്ങി സുഭിക്ഷമായി ജീവിക്കുന്നതിനോ നല്ല നിലയിൽ ഒക്കെ ആയിത്തീരുന്നതിന് ആയുസ് നീട്ടിക്കിട്ടി എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത്. ഇതൊക്കെ സംഭവിക്കട്ടെ, പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് ഇനിയും കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് പോലെ ജീവിക്കുവാൻ ഇനിയുള്ള കാലങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വചനചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഞാൻ ഈ പന്തലിൽ വന്നിരിക്കുന്ന പന്തൽ നിറച്ച ആളുകളുണ്ട്. മഴയുടെ പ്രതികൂല കാലാവസ്ഥകൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. ന്യൂനമർദ്ദം ആണെന്ന് പറയുന്നു, മേഘസ്ഫോടനമാണെന്ന് പറയുന്നു. എന്താണെങ്കിലും മഴയുണ്ട്, അത്രയും നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി ആളുകൾ വചനം കേൾക്കുന്നുണ്ട് വീടുകളിൽ, അതുപോലെ ഈ ശബ്ദ സീമയുടെ നടുവിൽ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വചനം വായിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കോവിഡ് കാലഘട്ടത്തെ ഞാൻ വചനത്തിൽ കൂടെ ഒന്ന് വിശകലനം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ വായിച്ച് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് നമുക്ക് തുടക്കം കുറിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. നമ്മുടെ കണ്ണുകളെ നമുക്കൊരു നിമിഷവും കൂടെ മൂടാം. പ്രാർത്ഥിച്ചതാണ് എല്ലാവരുമെങ്കിലും വചനത്തിൻ്റെ മേലൊരു മഞ്ഞും മഴയും ദൈവം അയക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾക്ക് ശേഷം ദൈവവചന വിചിന്തനത്തിനായി ഞങ്ങൾ കർത്താവിൻ്റെ സവിധത്തിൽ ആയിരിക്കുന്നു. എന്നോട് സംസാരിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കണമേ. ഈ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലുള്ള ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹിച്ച് ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ പിതാവേ, ആമേൻ. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നില്ല. കാരണം മറ്റു ചില വിഷയങ്ങളുമായിട്ട്, പ്രസംഗ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആമുഖങ്ങളും അവസാനങ്ങളുമൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അക്കാലത്ത് ചിതറിക്കിടക്കുന്ന 7 സഭകൾക്ക് ദൂത് പറയുന്ന സമയത്ത് 6-ാമത്തെ സഭയ്ക്കുള്ള ദൂത് പറയുകയാണ്. സ്മുർന കഴിഞ്ഞ് ഫിലദൽഫിയാണ് വരുന്നത്, അതിനുശേഷം ലവോദിക്ക സഭയാണ് വരുന്നത്. ഭൂമിശാസ്ത്രപരമായി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് ലഭിക്കും. സ്മുർനയിൽ നിന്ന് ലവോദിക്കയിലേക്ക് പോകുന്ന രാജപാതയിൽ ആണ് ഈ പറയുന്ന സ്ഥലം എന്ന് ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ചരിത്രപരമായും പ്രകൃതിപരമായും ഒത്തിരി നന്മകളുടെയും പ്രയാസങ്ങളുടെയും സ്ഥലമായിരുന്നു ഫിലദൽഫിയ എന്ന് കേട്ടിട്ടുണ്ട്. ഭൂകമ്പബാധിത പ്രദേശമാണ് അത് എന്ന് പറയുമ്പോൾ ഒരു പ്രയാസം തോന്നുമെങ്കിലും മുന്തിരി നന്നായി വിളയുന്ന പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ് ഇത് എന്ന് പുസ്തകങ്ങളിൽ പല ഗ്രന്ഥകാരന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട്.
എടുത്തു പറയത്തക്ക സത്യാരാധനകളൊന്നും ഇക്കാലങ്ങളിൽ അവിടെ കാണുവാൻ കഴിയുന്നില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. സഹോദര സ്നേഹം എന്നാണല്ലോ ഈ പറയുന്ന വാക്കിനർത്ഥം. നമ്മുടെയൊക്കെ ചർച്ചകളുടെ മുൻപിൽ ഫിലദൽഫിയ ചർച്ച ഹോൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാറ്. IPC ആണെങ്കിലും AG ആണെങ്കിലും ഒക്കെ ഫിലദൽഫിയ എന്ന് പറഞ്ഞ് എഴുതി വെക്കും. സഹോദര സ്നേഹമെന്നാണ് അതിന് അർത്ഥം. അപ്പോൾ ഈ അധ്യായത്തിൽ കാണുന്ന ഈ പാരഗ്രാഫിൽ കാണുന്ന ഓരോ വാക്യങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ മഹത്വം തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. 10ാമത്തെ വാക്യം ഏതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടു. ഇല്ലേ? നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇത് ഈ കോവിഡുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയാമോ എന്നെനിക്കറിയില്ല. പക്ഷേ അതിനൊരു വാക്ക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. സർവ്വസാധാരണമായി ഈ വാക്യങ്ങളൊക്കെ എടുക്കുന്നത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ഞാൻ കോവിഡ് കാലഘട്ടത്തിലുണ്ടാക്കിയ ധാരാളം പ്രസംഗങ്ങളിൽ വെളിയിൽ പ്രസംഗിച്ചു വരുന്ന ചില പ്രസംഗങ്ങളിൽ ഒന്നാണ് ഇത്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യവും മറ്റൊരു പ്രഭാഷണമാണ്. എൻ്റെ ജനമേ, വന്ന് നിൻ്റെ അറകളിൽ കിടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുമ്പോളം അല്പനേരത്തേക്ക് ഒളിച്ച് ഇരിക്കുക. ഇവിടെ വായിച്ച ഈ പുസ്തകത്തിനകത്ത് ഒരു വാക്കുണ്ട്, ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കേണ്ടതിന്. അങ്ങനെ ഒരു പരീക്ഷണകാലം ലോകത്തിൽ വരുമെന്ന് ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ഈ 2 വേദഭാഗങ്ങളും പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യവുമായിട്ട്, നമ്മളെപ്പോഴും പറയുന്ന ഈ പാൻഡമിക് സിറ്റുവേഷനുമായിട്ട് വളരെ യോജിച്ചിരിക്കുന്ന വാക്യങ്ങളാണ് ഇത് രണ്ടും എന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതും മുന്നറിയിപ്പുകൾ എന്നുള്ള ഒരു വിഷയമാണ്. മുന്നറിയിപ്പുകൾ മറക്കണ്ട. ഇന്ന് രാത്രിയിൽ നമ്മൾ തുടർന്നുള്ള വചനം ചിന്തിക്കുന്നത് മുന്നറിയിപ്പുകൾ എന്ന ഒരു വിഷയമാണ്. ഞാൻ ഈ ട്രാക്റ്റ് കൊടുക്കുന്ന ഒരു ശുശ്രൂഷ എനിക്കുണ്ടായിരുന്നു. വളരെ ആവേശത്തോടുകൂടെ ഞാൻ ട്രാക്റ്റുകൾ കടകളിൽ കൊടുക്കുമായിരുന്നു. ചുമ്മാ തുടങ്ങിയൊരു പരിപാടിയൊന്നുമില്ല, ആറി തണുത്തിട്ടുമില്ല. തിരുവനന്തപുരം ജില്ലയടക്കം കേരളത്തിൻ്റെ 465 സിറ്റികളിൽ നടന്ന് എല്ലാ ഷോപ്പുകളിലും കടകളിലും 2ഉം 3ഉം നിലകളിലുള്ള കടകളിലൊക്കെ ട്രാക്റ്റ് കൊടുക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. കഴിഞ്ഞ കാലങ്ങളിൽ ഞാനങ്ങനെ വളരെ ആവേശത്തോടെ ഞാനും എൻ്റെ കുടുംബമുണ്ട്, ഞങ്ങളൊരു ടീമൊക്കെ അതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിൻ്റെ ചില പ്രാന്തപ്രദേശങ്ങൾ, അകത്തളങ്ങളിലുള്ള ചില പ്രദേശങ്ങൾ ഒഴികെ ബാക്കിയുള്ള കേരളത്തിൻ്റെ 465 സിറ്റികളിലും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തൊക്കെ അടങ്ങുന്ന എല്ലാ സ്ഥലത്തും ട്രാക്റ്റ് കൊടുക്കാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യോഗങ്ങൾ പരസ്യയോഗങ്ങളാണ്. ഞങ്ങളുടെ അഗാപ്പെ ഗോസ്പൽ മിഷൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഒരു പരസ്യയോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ അവർ എറണാകുളം ജില്ലയിലായിരുന്നു, ഇന്ന് അവർ തൃശ്ശൂർ ജില്ല വഴി പാസ് ചെയ്ത് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രാത്രി അവർ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ പരസ്യയോഗമാണ് എനിക്ക് ഏറ്റവും അധികമായിട്ട് അക്കാലങ്ങളിലൊക്കെ ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഇപ്പം പിന്നെ പരസ്യയോഗത്തിനൊക്കെ വിളിച്ചാൽ ചെല്ലുകയില്ല എന്ന് ആളുകൾ പേടിച്ചിട്ട് വിളിക്കാറില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ വിളിച്ചാൽ അന്നും ഇന്നും പോകും, വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ സ്വയമായിട്ട് ഇങ്ങനെ നടത്തും. ഇതുപോലെ തന്നെ ട്രാക്റ്റ് കൊടുക്കുമ്പം വെളിയിലും കൊടുത്തിട്ടുണ്ട്. സുവിശേഷം പ്രസംഗിക്കുവാൻ കേരളത്തിൻ്റെ ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളിൽ പോയി ദൈവവചനം പറയാനുള്ള അവസരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ ഈ ട്രാക്റ്റ് കൊടുക്കും. ട്രാക്റ്റൊക്കെ എല്ലാ സിറ്റിയിലും, കൽക്കട്ട സിറ്റിയിലൊക്കെ 88,000 ട്രാക്റ്റുകൾ കൊടുത്തത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അവിടെയുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ബിഹാല സഭയിലെ ദൈവമക്കളും ഞങ്ങളും ചേർന്ന് 3 ദിവസം കൊണ്ട് 3-4 ടീമായിട്ട് തിരിഞ്ഞ് ഹിന്ദിക്കാരും മലയാളികളൊക്കെ ചേർന്ന് കൽക്കട്ട സിറ്റിയിൽ 1,00,000-ൽ താഴെ വരുന്ന ട്രാക്റ്റുകൾ കൊടുക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ട്രാക്റ്റ് കൊടുത്ത് വരുമ്പം എവിടെ ചെന്നാലും 10 ട്രാക്റ്റ് കൊടുക്കുന്നതിനൊരു സുഖമാണ്. വിദേശ രാജ്യത്ത് പോയാലും
ഞാൻ അവിടെയൊക്കെ ചെന്നിങ്ങനെ ദൈവവചനം പ്രസംഗിക്കുന്നൊരു സന്തോഷമാണ്. ഈ കഴിഞ്ഞ കോവിഡിന് മുൻപ് ഇതുപോലെ വിദേശത്തേക്ക് പോകാൻ ഒരവസരം ഉണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു സഭായം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളൊരു പരസ്യോഗത്തിന് പോവുകയാണ്, പാസ്റ്റർ വീട്ടിലോട്ട് പോയി വിശ്രമിക്കും. ഞാൻ പറഞ്ഞു, പരസ്യോഗമാണെങ്കിൽ ഞാൻ വിശ്രമിക്കാൻ പോകുന്നില്ല. അവിടെ 2-3 ഭാഷയിൽ മൊഴിമാറ്റം ചെയ്തുകൊണ്ടാണ് ദൈവവചനം പ്രസംഗിച്ചത്. ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടും ലണ്ടനുമൊക്കെ ഇവിടെ വന്ന്, ഒരു സ്ഥലം തന്നെയാണ്, ഇവിടെ വന്ന് അവർ ദൈവവചനം പ്രസംഗിച്ച് മിഷണറിമാരുടെ കനത്ത സംഭാവനകൾ നൽകി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ പട്ടണത്തിൽ ചെന്ന് എനിക്ക് സുവിശേഷ പരസ്യോഗം നടത്താൻ ദൈവം ഒരവസരം തന്നു. ഞാൻ പറഞ്ഞു വന്നത്, അന്നൊക്കെ കൊടുക്കുന്ന ഒരു ട്രാക്റ്റിൻ്റെ പേരുണ്ട്, അപകട സൂചനകളെ അവഗണിക്കരുത്. നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ, ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ ഭിത്തിയിൽ ഫ്ലെക്സിൽ തൂക്കിയിട്ടിരിക്കുന്ന കുറച്ച് ചിഹ്നങ്ങൾ അതിനകത്തുണ്ട്. ഇടുങ്ങിയ പാലം, പിന്നെ കൈ എങ്ങനെ പുറത്തുവിടണം, ഓരോരോ ചിഹ്നങ്ങളാണ്. അപ്പോൾ നമ്മളോട് അവർ ചോദിക്കും, ഇതൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിക്കും. ലേണേഴ്സൊക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ അപകട സൂചനകളെ അവഗണിക്കരുത് എന്നാണ് ട്രാക്റ്റിൻ്റെ പേര്. അതിനർത്ഥം എന്താ? അപകട സൂചനകൾ അവഗണിച്ചാൽ അപകടത്തിൽ ചെന്നപ്പെടും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരി എന്തെങ്കിലിൻ്റെയും സൂചനയായിരുന്നോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരികയാണ്. പണ്ടൊക്കെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ സമരം ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, സൂചനയാണിത്, സൂചനയാണ്, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ. ഇല്ലേ? നമ്മളന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, സമരം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ. അപ്പം സൂചനകൾ ദൈവം നമുക്ക് തരുമ്പോൾ അത് കണ്ട് പഠിക്കണം. മുന്നറിയിപ്പുകൾ ദൈവം നൽകുമ്പോൾ അത് കണ്ട് തെറ്റി ഒഴിയാൻ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഈ മഹാവ്യാധിക്ക് നൽകിയ മുന്നറിയിപ്പുകളൊക്കെ മലയാള സമൂഹം മാത്രമല്ല, മാനവ സമൂഹം തന്നെ മറന്നുപോയി എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം. അതിലേക്ക് ഞാൻ വരികയാണ്. ഒരു ചോദ്യം ഇതാണ്, കോവിഡ് പോലെയുള്ള മഹാമാരികൾ ലോകത്തിലുണ്ടാകുമെന്ന് വല്ല മുന്നറിയിപ്പുണ്ടായിരുന്നു? എത്രയോ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. 5 വിധ മുന്നറിയിപ്പുകളെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. 4 വിധ മുന്നറിയിപ്പുകളും കോവിഡിനെ കുറിച്ചുള്ളതാണ്. എന്നാൽ കോവിഡ് വന്നത് മറ്റൊരു മുന്നറിയിപ്പ് തരാനാണ് എന്നും കൂടെ പറയുമ്പോൾ ഈ പ്രഭാഷണം അവസാനിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസാണ്. മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ വരുമെന്നുള്ളതിന്. രണ്ടാമത് ചരിത്രമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകാം ഇതുപോലെയുള്ള സംഭവങ്ങൾ ലോകത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകൾ ചരിത്രം നൂറ്റാണ്ടുകളിൽ കൂടെ നമുക്ക് തന്നിരുന്നു. മൂന്നാമത്, ഇതിഹാസ പുരുഷന്മാരെന്നോ ദാർശനികന്മാരെന്നോ ആളുകൾ വിളിക്കുന്ന, ആദരിക്കപ്പെടേണ്ട, അവഗണിക്കുവാൻ പാടില്ലാത്ത കുറേ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാം കൃതികൾ വായിച്ചാൽ, അവരുടെ എല്ലാം ആശയങ്ങൾ കടമെടുത്താൽ ഇതുപോലെയുള്ള മാരകമായ അവസ്ഥകളൊക്കെ ലോകത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ അവർ എഴുത്തുകളിൽ കൂടെ നൽകപ്പെട്ടിരുന്നു. 4, നമ്മുടെ ഇടയിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരും ഒട്ടും മോശമൊന്നുമില്ല. നാട്ടുകാർക്ക് ഒരുപക്ഷെ വല്ല വിലയൊന്നുമില്ലെങ്കിലും അതിശക്തമായ മുന്നറിയിപ്പുകൾ നമ്മുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ പ്രസംഗകരും പ്രവാചകന്മാരും അടങ്ങുന്നൊരു നിര കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്തിന് നൽകിയിരുന്നു. ഈ 4 മുന്നറിയിപ്പുകളും അവഗണിച്ചു. അതിൻ്റെ ഫലം 2.5 വർഷമായി നമ്മൾ തടവിലാക്കപ്പെട്ടവരെ പോലെയായിരുന്നു. ഈ 4 പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ 5ാമത്തെ കാര്യത്തിലേക്ക് വരും. ഈ കോവിഡ് മഹാമാരി വിലപ്പെട്ട കനത്ത മറ്റൊരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട്. ആദ്യത്തെ 4 മുന്നറിയിപ്പുകളും അവഗണിച്ചതുകൊണ്ട് ഈ മഹാമാരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ 5ാമത്തെ മുന്നറിയിപ്പ് അവഗണിച്ചാൽ നിത്യത നഷ്ടപ്പെടും. ആ സന്ദേശം പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന 1ാമത്തിലേക്ക് വരാം. വളരെ ചുരുക്കുകയാണ്. നല്ല പാട്ടും ആരാധനയായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു 9:15 വരെ എനിക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. അത് 9:30 ആയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞതുപോലെയാണ്, ബോസ് പാസ്റ്ററിനോട് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി 9:30 കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളത് തിരുവനന്തപുരത്തുകാരുടെ സുവിശേഷത്തോടുള്ള ഒരു പ്രത്യേക അടങ്ങാത്ത ആവേശമാണ് എന്നും എനിക്കറിയാം. എനിക്ക് 2 ദിവസം മെസ്സേജ് ഉള്ളതുകൊണ്ട് 1ാം ദിവസം ഞാൻ ആ അടങ്ങാത്ത ആവേശം പരീക്ഷിക്കുവാൻ മുതിരുന്നില്ല.
ഞാനെങ്ങാനും ഇന്ന് അതിക്രമിച്ച് സമയം എടുത്തു നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് എന്നോട് പ്രതികരിക്കാം. എങ്ങനെ പ്രതികരിക്കാം? ഇന്നല്ല, നാളെ വരാതിരിക്കാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ സമയം ചുരുക്കുകയാണ്. അതിനർത്ഥം നാളെ കൂട്ടൂ എന്നല്ല. നാളെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് സമയത്തൊക്കെ തുടങ്ങാനൊക്കെ ആദ്യ ദിവസമായതുകൊണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ ആദ്യത്തെ ദിവസവും അവസാന ദിവസമൊക്കെ യോഗം എടുക്കാൻ, ആദ്യ ദിവസം യോഗം എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചില ആളുകൾ ഒന്നാം ദിവസം യോഗം പിടിക്കാൻ, ഞാൻ ഒന്നാം ദിവസം എടുക്കും. കാരണം കുറച്ച് സമയം പ്രസംഗിച്ചാൽ മതി. ആയ കാര്യം ഉദ്ഘാടനവും അതും ഇതും, പിന്നെ സൗണ്ട് ഹലോ ഹലോ ചെക്കൊക്കെ കഴിഞ്ഞ് ഒക്കെ തന്നെ വരുമ്പോഴേക്കും സമയം തീരെ കിട്ടുകയില്ലെന്ന് പറയും. നമ്മൾ പിന്നെ ഒരു വാക്കും പറയും, സമയം മുന്നോട്ട് പോയി, സമയം മുന്നോട്ട് പോയി. എനിക്കറിയില്ല, എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ആ വാക്ക്. കാരണം സമയം ഒരിക്കലും മുന്നോട്ട് പോകാറില്ല. എൻ്റെ കയ്യിലെ വാച്ചോ നിങ്ങളുടെ കയ്യിലെ വാച്ചോ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ഒരു സെക്കൻഡ് പോലും മുന്നേറിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സമയം പിന്നോട്ട് പോയതായി യോശുവയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറകോട്ട് പോയി, അതാണ് പരമാർത്ഥമായ സത്യം. സംഘടിപ്പിക്കാൻ നമുക്ക് പുറകോട്ട് പോയി, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് പുറകോട്ട് പോയി. ആ കുറ്റം പോലും ചുമ്മാ ഇരിക്കുന്ന വാച്ചിനെ പഴിചാരി നമ്മുടെ പൊതുസദസ്സിൽ രക്ഷപ്പെടാൻ കാണിക്കുന്നൊരു സമയമാണ്. സമയം എങ്ങോട്ട് പോയി? എവിടെ സമയം പോയി? സമയം മുന്നോട്ട് കൃത്യമായ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സമയത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഒന്നാമത്തേത്, മെഡിക്കൽ സയൻസ് നൽകിയ മുന്നറിയിപ്പ് എന്താണ്? ഈ ലോകത്തിൽ ദൈവം കഴിഞ്ഞാൽ നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരു അഭയമാണ് മെഡിക്കൽ സയൻസ്. യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ സയൻസിനെ ആദരിക്കും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ദൈവം കഴിഞ്ഞാൽ എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ചിലപ്പോൾ തള്ളാം. ഏത് കോളേജിൽ തള്ളിയാലും മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലാം. മെഡിക്കൽ കോളേജിൽ നിന്നും തള്ളാം. മെഡിക്കൽ കോളേജിൽ തള്ളി എന്ന് കരുതിയൊന്നും ഒരാൾ മരിക്കണമെന്നൊന്നുമില്ല. കാരണം എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു കാലത്തും തള്ളിക്കളയുകയില്ല എന്ന് പറയുന്ന യേശു ജീവിച്ചിരിക്കുകയും ആ യേശുവിൻ്റെ അടുക്കൽ ചെല്ലാനുള്ള ഒരവസരം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്താൽ ഏത് മെഡിക്കൽ കോളേജിൻ്റെ ലക്ഷ്മണരേഖയും മുറിച്ചു മാറ്റും. അതുകൊണ്ട് യേശു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, സൗഖ്യദായകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആര് തള്ളിയാലും ഒരു പ്രശ്നവുമില്ല. കുഞ്ഞ് 750 കോടി ആളുകൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് കണക്ക്. ആ 750 കോടി ആളുകളും നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞു തരുന്നു. മുന്നോട്ട് പോകണ്ട കേട്ടോ. ദൈവം നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. എന്നാൽ കർത്താവ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടുള്ളെങ്കിലും, ഒരാളും നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടില്ലെങ്കിലും അവസാനിക്കും എന്ന് പറഞ്ഞ് കുത്തിട്ട സ്ഥാനത്ത് നിന്ന് കുത്തും കോളവുമിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാനിടയായിത്തീരും. 15-ാമത്തെ വയസ്സിൽ ഒരു യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് യേശുവിനെ സ്വീകരിച്ചവനാണ് ഞാൻ. 17-ാമത്തെ വയസ്സിൽ ഈ പുസ്തകം എടുത്ത പാസ്റ്റർ എന്ന പദവിയിലേക്ക് ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ, പിന്നോട്ട് പോകാനാണെങ്കിൽ, കലപ്പയിൽ വെച്ച ശേഷം ഇത് വെട്ടിക്കീറി കണ്ടിച്ചു കളയാനായിരുന്നെങ്കിൽ എനിക്ക് മാത്രമല്ല ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എത്രയോ പേർക്ക് എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കലപ്പയിൽ കൈവച്ച ശേഷം കണ്ണുനീർ തൂകേണ്ടി വന്നപ്പോൾ ഒരു കരം മാത്രം എടുത്ത് കൈലേസ് കൊണ്ട് കണ്ണുനീർ തുടച്ചിട്ട് മറുകരം കലപ്പയിൽ മുറുകെ പിടിച്ചു. അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് നല്ലവനാണെന്ന്. അതുകൊണ്ട് 2.5 വർഷം കഴിയുമ്പോഴും വിശ്വാസത്തിന്റെ പണവിട പോലും കുറവ് വരാത്തവർ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും ഞങ്ങൾ ആവേശത്തോടെ ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് ഉറക്കെ പറയുന്നൊരു കാര്യമാണ്, ദൈവം നല്ലവനാണ്, അവനെ കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ എന്നുള്ള ആത്മീകമായ സത്യം. അതുകൊണ്ട് മെഡിക്കൽ സയൻസിൽ നമുക്കൊന്നും പറയാൻ, അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് വാസ്തവത്തിൽ കൊടുക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ വ്യത്യാസമെങ്കിലും മനസ്സിലാക്കണം. അവർ നമുക്ക് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഈ ആലപ്പുഴയിലൊക്കെ പണ്ട് ബന്ധമൊക്കെ വരുന്ന സമയത്ത്, പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള രോഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോഴും മൈക്ക് സെറ്റൊക്കെ ഇങ്ങനെ വെച്ച് കിട്ടി ഇങ്ങനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ ഈ കോവിഡ് കാലഘട്ടത്തിലും അനൗൺസ്മെൻ്റൊക്കെ വന്നിരുന്നു അല്ലേ. കൊതുവൊക്കെ പെരുകും, അത് വെള്ളമൊക്കെ ചിരട്ടയിലെ വെള്ളമൊക്കെ മറിച്ച് കളണം, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ വരും ഇല്ലേ. എന്നിട്ട് പറയും, ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? 9446144489 ആ നമ്പറിൽ വിളിക്കണം. എൻ്റെ നമ്പർ ആയതുകൊണ്ടാണ് കാണാത്തത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നമ്പറാണത്. എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ രക്ഷപ്പെടാം.
പക്ഷേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇവിടെ മനോഹരമൊക്കെ ആയിട്ട് ജീവിക്കാം, എന്നിട്ടും നിങ്ങൾ രക്ഷപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ ഒരു നാമമുണ്ട്. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ആദരിക്കുവാൻ കൊള്ളാകുന്ന, ആരാധിക്കുവാൻ കൊള്ളാകുന്ന, അനുധാവനം ചെയ്യുവാൻ കൊള്ളാകുന്ന, അവനൊപ്പം പറയാൻ മറുപേരില്ലാത്തൊരു നാമം, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ് എന്ന് സധൈര്യത്തോടെ ഞങ്ങൾ വിളിച്ചു പറയും. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? ചെറിയ ചെറിയ രോഗങ്ങളൊന്നും ചെറിയ രോഗങ്ങളല്ല മക്കളെ. ജലദോഷം വന്നാൽ നമ്മൾ പറയും, പണ്ടൊക്കെ അസുഖം വന്നാൽ നമ്മൾ പനി എന്ന് പറഞ്ഞൊരു അസുഖം ഒരു അസുഖമേ അല്ലെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. ഒരു ജലദോഷം വന്നു, അതിന് തുമ്മി, അതിനാരെങ്കിലും മരുന്ന് പിടിക്കാൻ പോവോ? ഇല്ലെന്നാണ് പറയും. പക്ഷെ പണ്ട് മുതലേ ആരോഗ്യരംഗം മുൻപോട്ട് വെച്ചൊരു അസുഖമാണ് പനി. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരാശുപത്രി ചെന്നാൽ അന്നൊക്കെ ഒന്നരാടെ ദിവസം ആശുപത്രി പോകുന്ന ആളുകളുണ്ട്. മണ്ണെണ്ണ കുപ്പി കണക്കൊരു കുപ്പി കൈത്തണ്ടയിൽ കെട്ടിത്തൂക്കിയിട്ട് റേഷൻ കാർഡ് കണക്കൊരു കാർഡ് ഇവിടെയും വെച്ച് അവിടെ ചെന്ന് 50 പൈസ കൊടുത്ത് പതിപ്പിച്ച് അവിടെ ചെന്ന് ഡോക്ടറോട് പലതും പറയാനായിട്ടാണ് ചെല്ലുന്നേ. പിടയ്ക്കുന്ന ഹൃദയവും നെഞ്ചുവേദനയുമായി 5 പേർ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. അവിടെ ചെന്ന് ഡോക്ടറോട് എല്ലാം പറയാൻ നോക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞു, വാവുളിക്ക് ടോർച്ചടിച്ച് കാണിച്ചു, കണ്ണ് ടോർച്ചടിച്ചു, പിന്നെ സ്റ്റെതസ്കോപ്പ് നെഞ്ച് തൊട്ട് വെച്ചു, ശ്വാസം വലിച്ചു, വിട്. അപ്പോഴാണ് വിടുന്നത്. അല്ല വിടുക, വിട്ടു. ഇപ്പം എങ്ങനെയുണ്ട്? ഒരു കുറവുണ്ട്. എന്ത് കുറവ്? എന്ത് മരുന്ന് ചെയ്തു? നിങ്ങൾ പറ. ഒരു മരുന്നും ചെയ്തിട്ടില്ല. പക്ഷെ കുറവുണ്ട് എന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഇത്ര വിദ്യാഭ്യാസമുള്ള ഈ ഡോക്ടർ അടുത്തിരിക്കാൻ നമുക്ക് യോഗ്യതയില്ലാത്ത നമ്മളെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ നോക്കുകയും അവസാനം ആ തണുത്ത കുന്ത്രാണ്ടം നെഞ്ചത്തോട്ട് വെച്ച് ആഞ്ഞ് വലിക്കാനും വിടാനൊക്കെ പറഞ്ഞപ്പം നമുക്ക് തോന്നി, ഇത്രയും നല്ല സഹകരിക്കുന്ന ഒരാളുടെ അടുത്ത് രോഗങ്ങളൊക്കെ പമ്പ കിടക്കാണ്. സത്യമാണ്. ചില രോഗികൾ ഡോക്ടർമാരുടെ ഇടപെടലനുസരിച്ച് ബിഹേവിയർ അവരിടപെടുന്ന രോഗങ്ങൾ മാറുകയാണ്. ചിലയിടത്ത് ചെന്നാലോ രോഗം നമുക്ക് കൂടും. അതൊരു സത്യമാണ്. എന്നാലും ഞാൻ ഇവിടെ പറയട്ടെ, അവർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ രോഗങ്ങൾ, ഇപ്പം ജലദോഷം ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ സാധനം ശ്വാസനാളത്തിലേക്ക് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ബ്രോങ്കൈറ്റീസ് എന്ന അസുഖമായിട്ട് മാറും. എന്ത് പ്രശ്നമാണെന്നറിയാമോ? നിസ്സാരമായി ഒരു രോഗത്തെയും നമ്മൾ കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഡോക്ടർമാരുടെ സംഘടന തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഡോക്ടർമാർ ഫീസാണ് വാങ്ങുന്നത്, സൗഖ്യമാക്കുന്നത് ദൈവമാണ്. ഡോക്ടർമാരെ ഫീസേ വാങ്ങുന്നത്, സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവരേത് മരുന്ന് ചെയ്താലും ശരീരം പ്രതിരോധിക്കുന്നില്ലെങ്കിൽ, ശരീരം അതിന് പ്രതിരോധമല്ല പ്രതികരിക്കുന്നില്ലെങ്കിൽ ഏത് മരുന്ന് കഴിച്ചാലാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് വൈദ്യശാസ്ത്രത്തെ ഞങ്ങൾ നമിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ അവർ ചെയ്ത സേവനങ്ങളെ ഒരു ബിഗ് സല്യൂട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കും. അത്രത്തോളം പോലീസുകാരും അങ്കണവാടി ടീച്ചർമാർ മുതലുള്ള ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ച മുഴുവൻ ആളുകളും ഇതിന് മുന്നിൽ അണിനിരന്നിട്ടുണ്ട്. അവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, രോഗങ്ങളെ പിടിച്ചു കെട്ടാൻ ലോകത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല. മലേറിയ, പോളിയോ പോലെയുള്ള രോഗങ്ങൾ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കേരളം ഭരിച്ച സമർത്ഥന്മാരായ 2 മുഖ്യമന്ത്രിമാരുടെ കമൻറ്റുകൾ ഞാൻ പറയാറുണ്ട്. ഇപ്പോഴൊന്നും സമയമില്ല. ഒരാൾ പറഞ്ഞു മലേറിയ കേരളത്തിലില്ല, മലേഷ്യയിലേക്ക് ഞങ്ങൾ വിട്ടു, ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. തമാശക്കാരല്ല. അടുത്തയാൾ പറഞ്ഞു പോളിയോ ഇവിടെ ഇല്ല, കഴിഞ്ഞ സർക്കാർ മലേഷ്യയിലേക്ക് വിട്ട ആ സ്ഥലത്ത് ഞങ്ങൾ മലേഷ്യൻ തമ്പകം ഇറക്കുമതി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാചകമേളയിൽ പല കാര്യങ്ങൾ പറഞ്ഞു. ഈ 2 മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടത്തിലും കോഴിക്കോടും തലശ്ശേരിയിലുമായി ഇതേ രോഗികൾ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇവരുടെ പ്രസ്താവനകൾക്കൊക്കെ എന്താ പറയുക, അതിന് ഒരു മാറ്റം, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കി. രോഗങ്ങൾ പല വകുപ്പിലൂടെ വന്നിട്ടുണ്ടെങ്കിലും പണ്ടത്തെ ആ രോഗങ്ങളൊക്കെ മാറി. നമ്മൾ ആശുപത്രി ചെന്ന് എന്തെല്ലാം രോഗം പറഞ്ഞാലും ഡോക്ടർ മരുന്ന് കുറിച്ച് കഴിഞ്ഞു. എന്താ കാര്യം? അവിടെ പാരസെറ്റമോളുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ ചെല്ലുമ്പം ഒരു വലിയ ജാറയ്ക്കകത്ത് ഒരു ചുമന്ന മരുന്നും കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ചെല്ലുന്നയാളുടെ കുപ്പി നിറച്ച കൊടുക്കുന്ന മണ്ണെണ്ണ കുനിയിലൊരു കുനിയിലും വെച്ച് നിറച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ പാരസെറ്റമോളും ആ മരുന്നുമാണ് ഇന്നും ചുമയ്ക്ക് നല്ലതെന്നാണ്, പനിക്ക് നല്ലതെന്നാണ് ആളുകൾ പറയുന്നത്. മറ്റെല്ലാ രോഗങ്ങളും വഴിമാറിയിട്ടുണ്ട്. ജോക്കോബ്സ് ഡിസീസ് വന്നിട്ടുണ്ട്, ആന്ത്രാക്സ് വന്നിട്ടുണ്ട്. രോഗങ്ങളുടെ പേരൊക്കെ കേട്ടാൽ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡിലോ 5 സ്റ്റാറിലോ കയറി ഫുഡിന് ഓർഡർ ചെയ്യുന്ന പോലെ ഇരിക്കും.
അതുപോലത്തെ മനോഹരമായ പേരുകളൊക്കെ രംഗത്ത് വന്നിരിക്കും. തന്തൂരി ചിക്കനോ 1665 എന്നൊക്കെ പറയുന്ന പോലെ അക്വയേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നൊക്കെ പറയുമ്പം അതൊക്കെ നമ്മളെ കൊല്ലുന്ന രോഗമാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? എയ്ഡ്സിൻ്റെ മുഴുവൻ പേരാ പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുമ്പം സുഖം തോന്നും, പക്ഷേ സംഗതി എയ്ഡ്സാണ്. അതുപോലെ എന്തെല്ലാം രോഗങ്ങൾ, ആന്ത്രാക്സ് രോഗങ്ങൾ, മനുഷ്യർക്ക് ക്യാൻസർ പെരുകുന്നു. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാകും. ക്യാൻസറിനൊക്കെ പല സ്റ്റേജുകളുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫൈനൽ എന്നൊക്കെ പറഞ്ഞ സ്റ്റേജുകളുണ്ട്. അപ്പോൾ അതറിഞ്ഞില്ലായിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ചെന്നപ്പം പറഞ്ഞു, ഒരാഴ്ച ജീവിക്കത്തുള്ളൂ. ഒരു കുഴപ്പമുണ്ടായ അമ്മച്ചിയല്ല. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഇന്ന പാട്ട് പാടാമോ? ഞാൻ ആ പാട്ടും പാടി പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. പക്ഷേ തല മുഴുവൻ പഴുത്തിരിക്കുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ സാധനം കയറിയത് ആരും അറിഞ്ഞില്ല. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകാം. മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണിതെല്ലാം. അപ്പം ശ്രദ്ധിച്ചേ, പനിക്കുള്ള വ്യത്യാസം നിങ്ങളറിയാമോ? പനി മാത്രം എത്രയോ വകഭേദങ്ങൾ ലോകത്തിൽ വന്നറിയാമോ? എത്രയോ വകഭേദങ്ങൾ. മറ്റു രോഗങ്ങൾക്ക് ഇങ്ങനെ പേരുകളൊന്നും അധികം മാറിയിട്ടില്ല. പക്ഷെ പനിക്കിട്ട പേര് പോലെ ലോകത്തിൽ വന്നിട്ടില്ല. ആളുകൾ പനിക്ക് പേരിട്ടിട്ട് നേരെ പച്ചക്കറിയിലേക്ക് പോയി, പച്ചക്കറിയിൽ നിന്ന് പഴവർഗ്ഗങ്ങളിലേക്ക് പോയി, പിന്നെ അവിടെ നേരെ മൃഗങ്ങളിലേക്ക് പോയി. അങ്ങനെ ആ പേരുകളൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. തക്കാളിപ്പനി എന്നൊരു പേര് ഇട്ടുണ്ട് പച്ചക്കറിയിലേക്ക്. പിന്നെ അത് ആപ്പിൾ പനിയിലേക്ക് മാറി. പിന്നെ പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി എന്നൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ പേരിടാൻ കുറച്ച് പേരും കൂടെ ഉണ്ട്. ചേനപ്പനി, ചേമ്പ് പനി, പിന്നെ പോത്തുപനി, പശുപ്പനി എന്നൊക്കെ പറഞ്ഞ് പേരിടാനുണ്ട്. കറങ്ങി വരുന്ന തിരമാലകളെ കാണുമ്പോൾ ശാസ്ത്രം അതിന് പേരിട്ട് വിളിച്ചു. ഇത് പതഞ്ഞ് നുരഞ്ഞ് പൊന്തി നല്ല കളറിൽ വരുന്നല്ലോ, ഇത് മിൽമ പാലൂരിയിരിക്കുന്നു, അവളുടെ അനിയത്തി വിൽമ ആയിരിക്കും. ഒരു പേരിട്ടു വിൽമ. ആ കറക്കം കൂടുതലാണെങ്കിൽ കത്രീന. വീടിനകത്തോട്ട് ആൻറ്റിയുടെ അടുത്ത് വരെ ചെന്നാൽ ആൻറ്റി ഉണ്ട്. എന്തെല്ലാം പേരാ നോക്കിക്ക്. പക്ഷേ ബൈബിളിലൊക്കെ പേരില്ലേ? വടതിക്കാറ്റ്, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, പെരുങ്കാറ്റ്, പിന്നെ നമ്മൾ പറയുന്ന വടക്ക് കിഴക്കൻ ഈശാനമൂലം കാറ്റ് തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം കാറ്റുകളുണ്ട്. ഇതുപോലെ പനിക്ക് കുറേ വകഭേദങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പനിയെപ്പോലെ ഇത്രയും പേരുകൾ വന്ന വേറൊരു രോഗലോകത്തിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നായക നടൻ ആ രംഗത്ത് അവതരിപ്പിച്ച അവസാനം കോമാളി വേഷം അഴിച്ചു കിട്ടി നമ്മളെ കളിപ്പിച്ചു എന്ന് പറഞ്ഞ് നാടകം വിജയിപ്പിക്കുന്നത് പോലെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പനി അവസാനം നമ്മെ തലകുത്തി നിന്ന് കൊഞ്ഞണം കുത്തി കാണിച്ചിട്ടാണ് സ്ഥലം വിട്ടത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പനി എന്ന ആ രോഗം തലതിരിച്ചിട്ടാൽ മറ്റൊരു രോഗത്തിൻ്റെ പേര് കിട്ടും. അതാണ് നിപ്പ എന്ന് പറയും. പക്ഷെ നമുക്ക് ഏത് രോഗം വന്നാലും മലയാളികൾ കുലുങ്ങുകയില്ല. പാലം കുലുങ്ങിയാലും ഇളനല്ല, മലയാളി എന്ത് ചെയ്യല? കുലുങ്ങുക. നമ്മൾ ഓരോ രോഗങ്ങൾ ഓരോരോ ജില്ലയ്ക്ക് കൊടുത്തേക്കാണ്. ഇപ്പം കോവിഡ് തന്നെ നോക്കിക്കേ, 1168 ടൈപ്പിലാണ് കോവിഡ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ 13 വകഭേദങ്ങൾ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒരെണ്ണം കൂടെ കിട്ടിയാൽ ഓരോ ജില്ലയ്ക്കും ഓരോന്ന് വീതിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറഞ്ഞോളാം, നാളെയും ഒരു ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഓരോ ജില്ലക്കാരും ഓരോന്നിങ്ങനെ നിപ്പ ഞങ്ങൾക്കുള്ളതല്ല, അത് ആർക്കുള്ളതാണ് നിപ്പ? കോഴിക്കോട് ആർക്കാണ് നിപ്പ നമ്മൾ സംവരണം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ തിരുവനന്തപുരവും ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. നമുക്കൊക്കെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ എന്തോ പറയുന്നറിയാമോ? തിരുവനന്തപുരം, എറണാകുളം, ഇത് രണ്ടും ഒറ്റ മഴയത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും എറണാകുളമൊക്കെ വെള്ളത്തിനകത്ത് മുങ്ങും എന്നാണ് ആളുകൾ പറയുന്നത്. വെള്ളപ്പൊക്കം എന്നും പറഞ്ഞാണിരിക്കുന്നത്. അതും അവിടെ ഒരു ബ്രേക്ക് ഇടുകയാണ്. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞോളാം. ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞു വരട്ടെ. ഇങ്ങനെ എല്ലാം മാറി മാറി ഇതിൻ്റെ വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ നമുക്കറിയാമല്ലോ. പണ്ടത്തെ കണക്കനുസരിച്ച് 48 സെക്കൻഡിലാണ് ചൈനയിൽ ഒരു ക്യാൻസർ രോഗി മരിക്കുന്നത്. RCC എന്ന ഒറ്റ ആശുപത്രിയിൽ നിന്ന് കേരളത്തിൻ്റെ 14 ജില്ലകളിലേക്കും ക്യാൻസർ ആശുപത്രികൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ സുഹൃത്തുക്കളെ? കൊല്ലം ജില്ലയിൽ 2 കുട്ടികളെ എയ്ഡ്സ് HIV ബാധിതരായവരെ പഠിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് VS അച്യുതാനന്ദൻ അടിയന്തരമായി ഇടപെട്ടിട്ടല്ലേ കൊല്ലം ജില്ലയിൽ 2 കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകർ തീരുമാനിച്ചത്? ഇവിടെ പുത്തൻ വിനിമയ വിദ്യയുടെ ഉത്തംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ യന്ത്രമനുഷ്യൻ എന്ന് മനുഷ്യനെ വിശേഷിപ്പിക്കുമ്പോൾ കൈവിരൽ തുമ്പുകൾ കൊണ്ട് കണക്ക് കൂട്ടുന്ന അതേ കൈവിരൽ തുമ്പുകൾ കൊണ്ട് കാൽക്കുലേറ്ററിനകത്ത് കവിതകൾ വിരിയിക്കുവാൻ കഴിയുന്ന എന്ന് സാഹിത്യകാരന്മാർ പറയുന്ന ഇന്നത്തെ മനുഷ്യൻ ആകാശത്തിലേക്ക് നോക്കി പാത്ത് ഫൈൻഡറും ക്യൂരിയോസിറ്റിയും വിട്ട് ഞങ്ങളാണ് ഈ ലോകത്തെ ഉള്ളിൽ പിടിച്ചടക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സുഹൃത്തെ, താങ്കൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ നിന്ന്
പെരുവിരൽ കൂടി അരിച്ചു കയറുന്ന രോഗങ്ങൾക്ക് എവിടെ പോയാണ് ഒരു പ്രതിവിധിയുള്ളത്? ആകാശം പിടിച്ചടക്കാൻ നോക്കുകയാണ്, എല്ലാ മേഖലകളും കീഴടക്കാൻ നോക്കുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ നീയും ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ എന്ന് ആകാശത്തിലേക്ക് നോക്കണം. പക്ഷേ ഈ പെരുവിൽ കൂടെ കയറി വരുന്ന മാരകമായ രോഗങ്ങൾ, 35 വയസ്സ് കഴിഞ്ഞ രോഗമില്ലാത്തവർ ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 35 കഴിഞ്ഞില്ലേ? ഉണ്ട്, എനിക്കൊരു രോഗമില്ലല്ലോ എന്നാരെങ്കിലും പറയുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതുവരെ ഡോക്ടറെ കണ്ടിട്ടില്ല എന്നാണ്. നിങ്ങളെ കണ്ടത് ശരിയാണെങ്കിൽ മരുന്നിൻ്റെ കൂടെ, ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു പിടി ഗുളികയും കൂടെ കഴിക്കാൻ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വരട്ടെ. അതുകൊണ്ട് നിസ്സാര രോഗങ്ങളൊക്കെ വന്നപ്പം മെഡിക്കൽ സയൻസ് മുന്നോട്ട് വെച്ച കാര്യമാണ്. മഹാവ്യാധികൾ വരും, മാറാ രോഗങ്ങൾ വരും. ഇങ്ങനെ മനുഷ്യൻ ജീവിക്കരുത്. മെഡിക്കൽ സയൻസിന്റെ മുന്നറിയിപ്പുകളെ നാം അവഗണിച്ചു. നമുക്ക് രോഗം വരുമ്പോൾ ആശുപത്രി ചെല്ലുക എന്നുള്ളതല്ലാതെ നമുക്കതിനെക്കുറിച്ച് മുൻകരുതലുകൾ നമുക്ക് ആർക്കുമില്ല. കോവിഡ് വന്നു, ആർക്കും അവിടെ പേടി? എന്നാ പേടി? ആർക്ക്? ചിലൊക്കെ മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്ന കണ്ടാൽ ഒന്നാമത്തെ വന്നപ്പോൾ ഒരു മാസ്ക്, രണ്ടാമത്തെ വന്നപ്പോൾ 2 എണ്ണം, മൂന്നാമത്തെ അച്ചു വെച്ചേക്കുക 3 കൂടി ഇടാനായിട്ട്. ചിലർ അഴിക്കത്തേ ഇല്ല. അഴിക്കണ്ട, സർക്കാർ പറഞ്ഞ കാര്യം കേൾക്കണം. പക്ഷേ ഈ പാർട്ടികൾ എവിടെ, ഈ കോവിഡ് ഉണ്ടായ 2.5 കൊല്ലവും അടയ്ക്കാത്ത 2 സ്ഥലമുണ്ട്. ഒന്ന് ബാങ്ക്, അത് ഇതുവരെ അടച്ചിട്ടില്ല, അതിനായിട്ട് നിൽക്കുന്നതാണ് ആൾ. എത്ര 10 മാസ്ക് ഇട്ടാണെങ്കിലും അവിടെ പോവും. 2 ഇറച്ചിക്കട, ഈ 2 സ്ഥലത്തും ഇതുവരെ ആളുകൾ പോകാതിരുന്നിട്ടില്ല. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം. അപ്പൊ ഈ മുന്നറിയിപ്പുകൾ, നമ്മൾ ഈ കോവിഡ് മുന്നറിയിപ്പ് തന്നില്ലേ? മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിച്ചിട്ടല്ലേ സംഭവിച്ചത്? ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് മനസ്സിലാക്കണം, ശാസ്ത്രത്തിന്റെ കയ്യിലല്ല കുഴപ്പം, മെഡിക്കൽ സയൻസിന്റെ കയ്യിലല്ല കുഴപ്പം. അരുതായ്മകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെയൊക്കെ മാരകമായ രോഗങ്ങളും വിപത്തുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഞാൻ ഒന്നാമത്തെ പോയിന്റിനെ ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ഇടണമെങ്കിൽ അതിൻ്റെ പരിഹാരം പറയണം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് രോഗങ്ങൾക്ക് നടുവിൽ ഞങ്ങൾ സൗഖ്യദായകനായ യേശുവിനെ പ്രസംഗിക്കുന്നു എന്നറിയാമോ നിങ്ങൾക്ക്? ഏത് രോഗത്തിനും യേശു മതിയായവനാണ്, അത് മനസ്സിലാക്കണം. ഇപ്പോൾ എയ്ഡ്സ്, എൻ്റെ അറിവ് ശരിയെങ്കിൽ 15 വർഷം കഴിഞ്ഞാണ് അത് വേണ്ടതുപോലെ വെളിപ്പെടുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചിക്കൻ ബോക്സ് പിടിച്ചാലോ 15 ദിവസം കഴിഞ്ഞിട്ടാണെന്നാണ് പറയും, ഇല്ലേ? നമ്മളൊക്കെ അതിനെ കൂട്ടിക്കിട്ടും. 15 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ കുളിച്ചു, ആ ബാത്റൂമിൽ നിന്നാണ് അടുത്ത ആളുടെ ശരീരത്തിലേക്ക് പോകുന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞ് നമ്മുടെ അകത്ത് ചിക്കൻ ബോക്സിൻ്റെ വൈറസ് കയറിയ 15 ദിവസം കഴിയുമ്പോൾ അത് വെളിപ്പെട്ട് വരും. പിന്നെ ഒരു 15 ദിവസം കൂടെ അത് ഉണ്ടാവും. 30 ദിവസമായി. എന്നിട്ട് ഞങ്ങൾ കുവൈറ്റിൽ ചെന്ന സമയത്ത് നമ്മുടെ ജെറുസലേം ടീമൊക്കെ ആയിട്ട് പോയപ്പം നമ്മുടെ ഷാജിക്ക് ഫേസ്ബുക്കിലൊക്കെ പോകുമ്പോൾ ഷാജിക്ക് നാണക്കെടാവും, അറിയത്തില്ല, എന്നാലും നടന്ന സംഭവം. ഞങ്ങൾ കുവൈറ്റ് ദുബൈയിലൊക്കെ ചെല്ലുമ്പം പുള്ളിക്ക് ചിക്കൻ ബോക്സ് ഞങ്ങൾ വണ്ടി കയറ്റി നേരം ഇങ്ങോട്ട് വിട്ടു. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, നമ്മുടെ നന്നായിട്ട് പാടുന്ന ഷാജി എന്ത്? ഷാജിക്ക് ചിക്കൻ ബോക്സ് വിട്ടു. അവരെ പറഞ്ഞു വിട്ടു, ഇനി ആർക്കും ഉണ്ടാകത്തില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു, ആര് പറഞ്ഞു ഉണ്ടാകുകയില്ലെന്ന്? പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ താമസിച്ചത്. പറഞ്ഞു, ഈ ഇരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ടെന്ന്. എൻ്റെ പൊന്നെ, പിന്നെ ആളുകൾ തലയിൽ തപ്പുന്നു. മുഖക്കുരു വന്നാലും ചിക്കൻ ബോക്സ് ആണെന്നും പറഞ്ഞ് നടക്കുക. അങ്ങനെ 15ാമത്തെ ദിവസം തിരുവനന്തപുരത്ത് പേരൂർ കടയിൽ ഷാജി കുളിച്ചു. അബുദാബിയിൽ 15ാം ദിവസം എനിക്ക് പൊങ്ങി. എന്തോന്ന്? എനിക്ക് പൊങ്ങി. അപ്പോൾ എവിടെ നിന്നാണ് വന്നത്? ഇത് വൈറസ് കയറി ഫ്ലൈറ്റ് പിടിച്ചാണോ ഈ സാധനം വന്നത്? അല്ല, നേരത്തെ കയറുന്നതാണ്. ഒരു ദൂത് ഞാൻ പറയാൻ കേട്ടോ. അതായത് 15 ഒരു പനി വന്നാൽ, ജലദോഷം വന്നു, ഇതൊക്കെ വന്ന് 4-5 ദിവസം കഴിയുമ്പോഴാണ് പനിയായിട്ട് വെളിപ്പെടുന്നത്. ക്യാൻസർ വന്നാൽ ഇനി അത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത് വെളിപ്പെട്ട് വരികത്തുള്ളൂ. ലക്ഷങ്ങളുടെ കൗണ്ടിനപ്പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ സംഗതി അറിയുന്നത്. 15ാം ദിവസമാണ് ചിക്കൻ ബോക്സിന്റെ സംഭവങ്ങൾ അറിയാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് എവിടാന്നറിയാമോ? ബ്ലഡിനകത്തും എല്ലിനകത്തും മജ്ജയ്ക്കകത്തൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് രാത്രിയിൽ എബ്രായ ലേഖനത്തിൽ നിന്നൊരു വചനം പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത്. ബാക്കി നിങ്ങളൊന്ന് പറഞ്ഞ്, ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. പിന്നെ അടുത്തെന്താണ്? ആത്മാവിനെ, അല്ലേ? പിന്നെ ആടനെ, പിന്നെ സന്ധി മജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നത്. ഞാനതിൻ്റെ അരാമെ എബ്രായ ഒന്നും എനിക്ക് അറിയത്തില്ല, അങ്ങോട്ട് പോകുന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ബ്ലഡ് മജ്ജയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.
പ്രൊജക്റ്റ് ചെയ്ത സ്ഥലമാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഈ എല്ലിനകത്തും വൈറസുകൾ ഒതുങ്ങിയിരിക്കാം. ബോൺ ക്യാൻസറൊക്കെ ഉണ്ടല്ലോ. അപ്പം രോഗങ്ങളുടെ വൈറസുകൾ ശരീരത്തിനകത്തിരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഏത് ഡോക്ടറുടെ അടുത്ത് ചെന്നാലും ബ്ലഡ് പരിശോധിക്കുമ്പോൾ നിലവിലുള്ള സാഹചര്യമേ അറിയാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് കേൾക്കുന്ന ഒരാൾ 2 വർഷം കഴിഞ്ഞ് രോഗിയാകുമെങ്കിൽ ആ രോഗത്തിന്റെ വൈറസ് അകത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ ആർക്കും വെളിപ്പെട്ട് വരില്ല. പക്ഷേ ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ദൈവത്തിന്റെ വചനം അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ബ്ലഡിനകത്തോ നിന്റെ എല്ലിനകത്തോ മജ്ജയ്ക്കകത്തോ പതുങ്ങിയിരിക്കുന്ന വൈറസുകൾ ഉണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് വെളിപ്പെട്ട് വന്ന് നിന്നെ മാരകമായ രോഗിയാക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം അതിശക്തിയോടെ വ്യാപരിക്കുമ്പോൾ അതിനെ വേർപിടിപ്പിച്ച് നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ വചനം കണ്ടോ, ഞാൻ നിനക്ക് സൗഖ്യവും അടുത്ത വാക്ക് ആരോഗ്യവും വരുത്തി. അങ്ങനെ ആരും പറയില്ല. പനി മാറിയിട്ടോ എന്നേ ഡോക്ടർ പറയുള്ളൂ, അല്ലാണ്ട് ഇനി വരില്ല കേട്ടോ എന്ന് പറയുമോ? വരില്ല, പറയില്ല. ഇനി വരില്ല എന്ന് പറയില്ല. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു വചനമാണ് ബൈബിൾ. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു. ഞാൻ നിനക്ക് സൗഖ്യം മാത്രമല്ല, നിന്റെ ശരീരത്തിനകത്ത് പ്രതിരോധ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് രോഗമുണ്ടായതെങ്കിൽ ഇനി അത് മടങ്ങി വരാതിരിക്കേണ്ടതിന്, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നീ കാണാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആരോഗ്യമുള്ള ശരീരം തരും. മെഡിക്കൽ സയൻസിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുമ്പോൾ തന്നെ ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ പറയുകയാണ്, നമ്മളടക്കം മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. കോഴിയുടെ ചിറകിന് കീഴിലിരിക്കുന്ന കുഞ്ഞിനെ റാഞ്ചിയെടുക്കുവാൻ അയൽപ്പക്കത്തെ മരക്കൊമ്പിൽ കഴുകൻ കണ്ണുമായി കാത്തിരിക്കുന്ന പരുന്തിനെ പോലെ ചുമയും ജലദോഷവും വയറിളക്കൊക്കെ ആയിട്ട് കൊച്ചു 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 അസുഖങ്ങളിലൂടെ മാരക രോഗങ്ങൾ ദേശത്ത് വിതയ്ക്കുവാൻ വെമ്പി നിൽക്കുന്ന വൈറസുകളെ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് നമ്മൾ ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് അതിൽ നല്ലൊരു വിടുതൽ നമുക്ക് ലഭിപ്പാൻ കർത്താവ് നമുക്കിടയാകട്ടെ. രണ്ടാമത്തെ മുന്നറിയിപ്പിലേക്ക് വരുന്നു, ചരിത്രത്തിൻ്റെ മുന്നറിയിപ്പ്. നമ്മുടെ ചരിത്രം പഠിച്ചാൽ കുറച്ച് കാര്യങ്ങൾ അറിയാം. ഒരു 100 കൊല്ലം കഴിയുമ്പം എന്തെങ്കിലും സംഭവം ഉണ്ടാവും, അല്ലേ? 100 കൊല്ലം കഴിയുമ്പോൾ സംഭവം ഉണ്ടാവും. അങ്ങനെ എല്ലാ സംഭവവും നമ്മൾക്ക് കാണാൻ പറ്റും. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് അങ്ങനെ ഉണ്ടായേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. 14-ാം നൂറ്റാണ്ടിൽ ആണെന്ന് തോന്നുന്നു ബ്ലാക്ക് ഡെത്ത് ലോകത്തിലുണ്ടായി. 4 കോടി ആളുകൾ മരണപ്പെട്ടു, കരിമരണം എന്ന് പറയുന്ന മഹാവ്യാധിയിലൂടെ. കോവിഡിനേക്കാളൊക്കെ വളരെ ഭീകരമായ കണക്കാണ് അത് വാസ്തവത്തിൽ തന്നിരിക്കുന്നത്. അപ്പം അത് 14-ാമത്തെ നൂറ്റാണ്ടിലാണ് ഉണ്ടായിട്ടുള്ളത്. 15, 16, 17 നൂറ്റാണ്ടുകളിൽ വിപ്ലവങ്ങൾ, എത്ര വിപ്ലവങ്ങൾ ലോകത്തിലുണ്ടായെന്നറിയാമോ? ലോകത്തെ കിടുകിട വിറപ്പിച്ച ദേശീയമായിട്ടുള്ളതാണെങ്കിലും ആഗോള തലങ്ങളിലേക്കൊക്കെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ധാരാളം വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 18-ാമത്തെ നൂറ്റാണ്ട് വന്നപ്പോഴാണ് അൾജീരിയയിലെ ഒറാൻ സിറ്റിയെ തച്ചു തകർത്ത പ്ലേഗ് എന്ന് പറയുന്ന ആ വ്യാധി ലോകത്തിലുണ്ടായത്. നമ്മുടെ നാട്ടിലും പണ്ടൊക്കെ അഞ്ചാമ്പനി പോലെയുള്ള കൊച്ചു കൊച്ചു വലിയ രോഗങ്ങൾ, കൊച്ചുതും വലുതുമായ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രോഗം വന്ന് ഇന്നത്തെ ഇതേ രോഗത്തിൻ്റെ ഒരു സാമ്പിൾ പോലെയാണ് പണ്ടത്തെ ഈ വസൂരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും. നമ്മുടെ പഴയ ആൾക്കാർക്ക് അറിയാമായിരിക്കും. കാരണം വസൂരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവനെ ഒരു പ്രത്യേക പുരയ്ക്കകത്തിടുക. പണ്ടാരപ്പുര എന്നാണ് അതിൻ്റെ പേരെന്നാണ് നമ്മൾ വായിച്ചിട്ട്. അവിടേക്ക് ആരും പ്രവേശിക്കത്തില്ല. രോഗികളൊക്കെ അങ്ങോട്ട് എടുക്കുക. ചത്ത് കഴിഞ്ഞാൽ പായ്ക്കകത്ത് പൊതിഞ്ഞ് കെട്ടി ഇങ്ങോട്ട് തള്ളി വിടുക. അതിനെ കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്ന സ്ഥലത്ത് പോലും ആരും നിൽക്കുകയില്ല. അപ്പോൾ കോവിഡ് സമയത്തും അതൊക്കെ തന്നെയല്ലായിരുന്നു സംഭവിച്ചത്, അല്ലേ? നേഴ്സുമാരെ പിള്ളേർക്ക് കുഞ്ഞിനെ മുലകൊടുക്കാൻ സമ്മതിച്ചിരുന്നില്ല. യൂറിൻ പാസ് ചെയ്യാൻ സമ്മതിച്ചില്ല. PPE കിറ്റിട്ടാണ് അവർ ചെയ്തിരുന്നത്. മരിച്ചാൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല. ബന്ധുമിത്രാൽ 2-3 പേര് പോവുകയാണ്. PPE കിറ്റാണ് അടക്കം ചെയ്ത് JCB കൊണ്ടാണ് കുഴിയെടുക്കുന്നേ. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ മുന്നറിയിപ്പുകൾ ദൈവം തന്നതാണ്. 19-ാമത്തെ നൂറ്റാണ്ടിൽ എന്തെല്ലാം ഉണ്ടായി? 2 ലോകമഹായുദ്ധം ഉണ്ടായി. 1914 ആരംഭിച്ച് 18-ൽ 11-ാമത്തെ മാസം 11-ാം തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട 1-ാം ലോകമഹായുദ്ധം ഉണ്ടായി. മധ്യകാലഘട്ടത്തിൽ 2-ാം ലോകമഹായുദ്ധം ഉണ്ടായി. അപ്പോൾ 2 ലോകമഹായുദ്ധത്തിൽ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിൽ പ്രളയത്തിൻ്റെ കണക്കായിരുന്നു. പ്രളയം തന്നെയായിരുന്നു. 1912 വെള്ളപ്പൊക്കം, 12 വെള്ളപ്പൊക്കം എൻ്റെ അമ്മ എപ്പോഴും പറയും. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ 67 ജനിച്ചത്. അപ്പം ഞാൻ കണ്ടിട്ടില്ല. ജലപ്രളയമേ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ചുമ്മാ അമ്മയോട് പറഞ്ഞു, നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ.
അങ്ങനെ അത് കാണാനിടയായി. ഇനി ഒരിക്കലും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കണ്ടില്ലേ 20 നൂറ്റാണ്ട് എന്നാ ഇത് ഉണ്ടാക്കാത്തെ? 15, 14, 15, 16, 17, 18, 10 ഇപ്പം 21 എന്തെങ്കിലും ഉണ്ടാകട്ടെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചരിത്രം നൂറ്റാണ്ടുകൾ പ്രളയം ഉണ്ടായപ്പോഴും നമ്മളെന്താ പറഞ്ഞത്? അതിലേക്ക് ഞാൻ വരാം. ആരാ പറഞ്ഞു? ഓ, പ്രളയം തിരുവനന്തപുരത്തൊക്കെ ഉള്ളതാണ്. പ്രളയം ഞങ്ങളുടെ എറണാകുളംകാർക്കുള്ളതാണ്. ആര് പറഞ്ഞു പ്രളയം അവർക്കുള്ളതാണെന്ന്? അതുകൊണ്ട് പത്തനംതിട്ടക്കാരും ഇടുക്കിക്കാരും വയനാടുകാരൊക്കെ തമ്പേർ പഠിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും എന്ത് വരികയില്ല, പ്രളയം വരികയില്ല. അവർക്കുള്ളത് ഉരുൾപൊട്ടൽ, മലയിടിച്ചിൽ, മണ്ണിടിച്ചിൽ, ഇതൊക്കെയാണ് അവർക്കുള്ളത്. നമ്മൾ ഓരോ ജില്ലയ്ക്ക് ഓരോന്ന് കൊടുത്തേക്കുക. രണ്ട് ആലപ്പുഴക്കാർക്ക് മന്ത് കൊടുത്തതുപോലെ അങ്ങനെയൊക്കെ ചുമ്മാ നമ്മൾ ഓരോന്നും കൊടുത്തിരിക്കുക. കാലങ്ങളൊക്കെ മാറിയില്ലേ മക്കളെ? ഈ കഴിഞ്ഞ പ്രാവശ്യം ജലപ്രളയം ഉണ്ടായിപ്പം തിരുവനന്തപുരത്തും എറണാകുളത്തും പ്രളയം ഉണ്ടായിട്ടില്ല. സിറ്റി ശരിയല്ലേ? പകരം ഇവിടെയുള്ള ആളുകൾ 12-10 എസ് ലോറിക്കകത്ത് വഞ്ചിയും കയറ്റി രക്ഷിക്കാൻ പോകുമായിരുന്നു. ആരെ? പത്തനംതിട്ടക്കാരെ അല്ലേ? റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡൊക്കെ 2 ബസ്സിൻ്റെ മുകളിലാണ് വെള്ളം കയറിയത്. ഒന്നാമത് അവിടെ ഈ ഭൂമിക്കടിയിലാണ് അവിടുത്തെ സ്റ്റാൻഡ് കടകളൊക്കെ ഇരിക്കും. അപ്പോൾ പിന്നെ വെള്ളം കയറാൻ വലിയ പാടുണ്ടോ? ഒരു കാര്യം മനസ്സിലായി, ഈ ഹെയർപിൻ വളവൊക്കെ കയറി വയനാടൻ ചുരം കയറി വെള്ളം ചെല്ലുന്ന ആരെങ്കിലും വിചാരിച്ചോ? ആരും വിചാരിച്ചില്ല. 2 പ്രാവശ്യം അടുപ്പിച്ച് വെള്ളപ്പൊക്കം വന്നില്ലേ? ഒരു സ്ഥലവും, എറണാകുളവും തിരുവനന്തപുരം ഒക്കെ അടക്കം, ഇനി മലമടക്കുകളിൽ ഞങ്ങൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഒരു സ്ഥലവും സുരക്ഷിതത്വ മേഖലകളല്ല എന്ന് മനസ്സിലായില്ലേ? എവിടാ സുരക്ഷിത മേഖലകൾ? വയനാടുകാർ നിലവിളിക്കുന്നു. ചെങ്ങന്നൂരത്തെ ഇന്ന് മന്ത്രിയായിരിക്കും അന്നത്തെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ MLA പത്രത്തിൽ TV യിൽ രാത്രി പ്രത്യക്ഷപ്പെട്ടു. എന്താ കാര്യം? നാളെ ആറന്മുള ഭാഗത്ത് അവിഞ്ഞൊഴുകും നദി. ഒഴുകിയാൽ 10,000-കണക്കിന് ആളുകൾ മരിക്കും, രക്ഷിക്കണം. തെരഞ്ഞെടുപ്പിനൊക്കെ ചിരിച്ചുകൊണ്ട് വരുന്ന ആളുകൾ അതിനുശേഷം ജനങ്ങൾക്ക് വേണ്ടി കരയുന്നത് ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. രക്ഷിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹത്തിന് മറുപടി ഉണ്ടായി. എന്താണ് മറുപടി? ഇടതുപക്ഷമോ വലതുപക്ഷമോ BJP ഒന്നും നോക്കിയില്ല. എല്ലാ ആളുകളും ചേർന്ന് അവർ അടിയന്തര പ്രാധാന്യതയോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അന്നത്തെ ആറന്മുളം ചെങ്ങന്നൂർ ആളുകൾ മാറ്റിപ്പാർപ്പിച്ചു. മരണങ്ങൾ സംഭവിക്കാതെ ജനങ്ങൾ വിടുവിക്കപ്പെട്ടു. ഞാനതിനുശേഷം പ്രസംഗിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട അന്നത്തെ MLA ഇന്നത്തെ മന്ത്രി ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാറ് പറഞ്ഞ ആ ആഹ്വാനമാണ് സുവിശേഷ പ്രസംഗം. ഞങ്ങൾ പറയുന്ന സുവിശേഷ പ്രസംഗം. കാരണം ഒരു MLA തൻ്റെ മണ്ഡലത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ ഇടപെടാൻ ഒരു സർക്കാരുണ്ടായി. അവരിടപെട്ടപ്പോൾ ഒരു മണ്ഡലം രക്ഷപ്പെട്ടത് ശരിയാണ് എങ്കിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ കാൽവറി മലമുകളിൽ നട്ടുച്ച സമയത്തൊരു നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ ഒറ്റ നിലവിളി കൊണ്ട് മുഴുവൻ ലോകത്തെയും രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു വാതായനം അവിടെ തുറക്കപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നതിൽ എവിടെയാ ഒരു പിശകുള്ളത്? ഒരു MLA വിചാരിച്ചാൽ ഒരു മണ്ഡലത്തെ രക്ഷിക്കാമെങ്കിൽ ഉലകത്തെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ നിലവിളിച്ചാൽ ഈ ലോകത്തെ രക്ഷിക്കുവാൻ കഴിയും. അതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. എല്ലായിടത്തും ആരും, പണക്കാരോ പാവപ്പെട്ടവരൊന്നും ആരും സുരക്ഷിതരല്ല എന്ന് മനസ്സിലായില്ലേ? ഇതെന്തോ അവിടെ ഞാൻ ഒരു ഹരിത രൂപത്തിൽ പറയാറുണ്ട്. ഇടയ്ക്കൊക്കെ അവരെ പേര് പറഞ്ഞങ്ങനെ ആക്ഷേപിക്കുന്നൊന്നുമല്ല. ഒരു പ്രസംഗത്തിൻ്റെ ചിരിവ് കൂട്ടാൻ വേണ്ടി പറയുന്നത്. ഒരാൾ പറഞ്ഞു, എൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് പിന്നെ ഒരു എന്താണ് ലംബോർഗിനി മേടിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. ലംബോർഗിനി മേടിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ വഴിയൊക്കെ ഉണ്ട്, എന്നാൽ ലംബോർഗിനി. ഇപ്പം ഞാൻ വിചാരിച്ചു ഏത് ലംബോർഗിനി? നമുക്കങ്ങനെ ഈ ഒരുമാതിരിയൊക്കെ ജീവിക്കുന്നവർക്ക് മാരുതി കാറല്ലേ ഉള്ളൂ. ലംബോർഗിനിയെക്കുറിച്ച് അടിച്ച് നോക്കിയപ്പോൾ എൻ്റെ പൊന്ന്, നമ്മുടെ ബ്രൂണൈ സുൽത്താൻ്റെ വീട്ടിലൊക്കെയാണ് 10-22 ലംബോർഗിനി മുറ്റത്ത് കിടക്കുന്നത്. അയാളുടെ വീടിനെ കുറിച്ച് പറയാതിരിക്കുക ഭേദം. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ടൈലൊന്നും പിന്നെ വീട് മൊത്തം സ്വർണ്ണമാണ്. തനി 24 ക്യാരറ്റ്. രസം കേൾക്കണം, ക്ലോസറ്റും വാഷ് ബേസിനും അടക്കം ഈ തനി തങ്കം കൊണ്ടാണ് ബ്രൂണൈ സുൽത്താൻ്റെ വീട് പണിതിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? നിങ്ങളുടെ മുറ്റം വരെ തനി തങ്കമാണെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ, ഞാനത് വായിച്ചിട്ട് അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. എന്നാ കാര്യമെന്നറിയാമോ? ഈ ക്ലോസറ്റൊക്കെ തനിത്തങ്ങ ഇതിൻ്റെയൊക്കെ പുറത്തൊക്കെ കയറിയിരുന്നിട്ട് അതൊക്കെ എങ്ങനെ ഇത് നല്ല ചിന്തിച്ചു. എന്നിട്ട് നിങ്ങൾ കേൾക്കണോ,
വെള്ളപ്പൊക്കം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഈ ലംബോർഗിനി മേടിച്ചാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ ഒരാൻ പോയ വണ്ടി നിങ്ങൾ കണ്ടോ? ഒരു ചെമ്പോർഗിനിക്കകത്താണ് കയറിപ്പോയത്. തിരിച്ച് ആക്ഷേപിച്ചതല്ല കേട്ടോ, നമ്മൾ ഇതിനൊരു ചേരുവ കൂട്ടാൻ വേണ്ടി പറഞ്ഞാണ്. എല്ലാ ആൾക്കും പറ്റി. ഇനി പാവപ്പെട്ടൊരു അമ്മച്ചിയിലേക്ക് വരാം. അമ്മച്ചി ഇതുവരെ ഹെലികോപ്റ്ററിൽ നിന്ന് കയറിയിട്ടില്ല. ആളുകൾ രക്ഷിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ പറന്നെടുക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ആരും പേടിക്കണ്ട, നിങ്ങൾ ഈ ഹെലികോപ്റ്ററിൽ പോകുന്നവർക്കൊക്കെ അഭിവാദ്യം ചെയ്യണം, സഹായിക്കണം, നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി നോക്കിയപ്പോൾ റബ്ബറിൻ്റെ ഇലയൊക്കെ സീൽക്കാരം പോലെ ശബ്ദം ഉണ്ടാക്കുന്നു. അമ്മച്ചി മുറ്റത്തിറങ്ങി നിന്നവർക്ക് അഭിവാദ്യം ചെയ്തപ്പോൾ കണ്ടില്ല, ഒരു കോവണി വെച്ച് വീടിൻ്റെ മേളിലോട്ട് കയറി. ആർക്കപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഹെലികോപ്റ്റർ താഴെ പറന്നപ്പോൾ ഇങ്ങനെ കാണിച്ചു, അഭിവാദ്യം അർപ്പിച്ചതാണ്. പോയ വണ്ടി തിരിച്ചു വന്ന കയറിട്ട് കൊടുത്തു. കയറിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഏതാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അവസാനം ആർക്കൊന്നും മനസ്സിലായില്ല. കാരണം അവർ ഹിന്ദിയിലും അമ്മച്ചി മലയാളത്തിലുമാണ് പറഞ്ഞത്. തവളയെ പിടിച്ചിടുന്ന പോലെ ചാക്കിനകത്ത് കെട്ടി നേരെ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്കാണ് കൊണ്ടുവന്നത്. പണ്ടൊരു പാട്ട് നമുക്കുണ്ട്, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നും ഭവാൻ. ലംബോർഗിനി ആഗ്രഹിച്ചവർക്ക് ചെമ്പോർഗിനിയും, ചെമ്പ് പോലും മേടിക്കാൻ കാശില്ലാത്ത അമ്മച്ചി ഹെലികോപ്റ്ററിലും കയറി നേരെ തിരുവനന്തപുരത്ത് വന്നു. കാലം പോയ പോക്ക് നിങ്ങൾ കണ്ടോ മക്കളെ? അതുകൊണ്ട് ഒരാൾക്കും ഇവിടെ അഹങ്കരിക്കാനില്ല, ഒരാൾക്കും ഇവിടെ പൊങ്ങച്ചം പറയാനില്ല. ഞങ്ങളെ ഫ്ലാറ്റിനകത്താണ്, 2 നിലയ്ക്കകത്താണെന്നൊക്കെ പറയാം. ഒരു നിലയും അല്ലാത്തവർക്ക് 2 നില ഒരാഗ്രഹമാ. പക്ഷെ സത്യം പറഞ്ഞാൽ 2 നില പണിതവരെല്ലാം പെട്ടു. എന്താ കാര്യം? പിള്ളേരെല്ലാം വിദേശത്ത് പോയി 2 നില വീട് തന്ന. ഇവിടെ ഇഷ്ടംപോലെ 2 നില വീടുണ്ട്. നിങ്ങൾ പറ, പിള്ളേരൊക്കെ ആരുണ്ട് അവിടെ? ആരുണ്ട്? ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയും. കഴിഞ്ഞ ഞാൻ വീട്ടിലൊക്കെ കിടക്കാൻ ചെല്ലുമ്പം പക്ഷേ മേളിലാ കിടക്കാൻ തോന്നിയത്. അവിടെ വൃത്തിയായിട്ട് കിടക്കുകയാണോന്ന് എല്ലാ കാര്യം ഇത് കയറിയിട്ടില്ല. ആർത്രറ്റീസൊക്കെ അതിന് മേലോട്ട് കയറാമില്ല. ആരെങ്കിലും വിളിച്ച് പണിയിപ്പിച്ചാലേ ഇപ്പം എല്ലാവരും ചെത്താവേ ഒരു നില മതി. ഒരാഗ്രഹമായിരുന്നു. ഇപ്പം എത്ര മതി? ഒരു നില മതി. എല്ലാവരും ആഗ്രഹം അതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇവിടെ ഏത് നിലയിൽ താമസിക്കുന്നു എന്നുള്ളതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ദൈവത്തിൻ്റെ ശിക്ഷാവിധികളും ഇവിടെയുള്ള മഹാമാരികളും വരുമ്പം ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. കൊരട്ടിയിലുള്ള കത്തോലിക്ക പള്ളിയിൽ എത്ര പാഷന്മാര് അഭയകേന്ദ്രമായിട്ട് താമസിച്ചു എന്നറിയാമോ? SNDP ഹാളിൽ അവിടെ മറ്റ് മതങ്ങൾ കയറി താമസിച്ചു. മുസ്ലിങ്ങളുടെ മോസ്കിൽ, പെന്തക്കോസ് പള്ളിയിൽ ഇന്ന് വരെ പെന്തക്കോസ് പള്ളി കയറാത്ത അച്ചായമാരെ പെന്തക്കോസ് പള്ളിക്കകത്ത് വന്നിരുന്നു. എപ്പോൾ? ജലപ്രളയം വന്നപ്പോൾ. വേറെ പോകാൻ സ്ഥലമില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മളൊക്കെ ഒന്നായി തീരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകി. 21-ാം നൂറ്റാണ്ടിന്റെ കനത്ത സംഭാവനയായി ഈ സംഭവം രംഗത്ത് വന്നു. നമ്മൾ പഠിച്ചോ? ഇനിയും നൂറ്റാണ്ടുകൾ പിന്നീടുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. 3-ാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇതിഹാസ പുരുഷന്മാരെന്നോ ദാർശനികന്മാരെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനങ്ങളുള്ള, അവരുടെ പഠനങ്ങൾ, എഴുത്തുകൾ ഒത്തിരി വിശകലനം ചെയ്തും വിചിന്തനം പഠിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ 2 പേരെ മാത്രം എടുത്തു പറയുന്നു. നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ പഠിച്ച, വാട്സാപ്പിലൂടെയൊക്കെ വന്ന 2 അറിവുകൾ. അത് പൂർണ്ണമാണോ അല്ലയോ നമുക്ക് തീർത്തും പറയാനൊക്കെ ഇല്ലെങ്കിലും ചില അറിവുകൾ. ഒന്നാമത്തെ ആള് നീൽ ഗ്രാൻഡ് എന്ന് പറയുന്നയാൾ. 1935 ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നാടക എഴുത്തുകാരനാണ് നീൽ ഗ്രാൻഡ്. UK കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. വില്യം ഷേക്സ്പിയറിൻ്റെ നാടാണ്. നാടക നിർമ്മാണ കൂടസ്ഥൻ എന്നറിയപ്പെടുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ നാട്. അപ്പോൾ അദ്ദേഹം ഈ 35 ഒരു നാടകം എഴുതി. ആ നാടകത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് സ്റ്റാർ വാർ, ഇവിടുത്തെ 3-ാം ലോക അല്ലെങ്കിൽ ലോകമഹായുദ്ധത്തെ കുറിച്ചുകൂടെ, വേൾഡ് വാറിനെ കുറിച്ചുള്ള ഒരു സംഭവമായിരുന്നു. അതിനകത്ത് കൊടുത്ത ദി ലാസ്റ്റ് വാർ, ഇതാണ് ആ പേര്, ദി ലാസ്റ്റ് വാർ, അവസാനത്തെ യുദ്ധം എന്ന പേരിൽ ഒരു നാടകം രചിച്ചു. ആ നാടകത്തിന്റെ ഇതിവൃത്തം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നാട്ടുകാരും ശ്രദ്ധിക്കണേ. ഒരു വൈറസ് ലോകത്തിലേക്ക് വരുന്നു, എല്ലാവരും മരിച്ചു. 35 എഴുതിയ നാടകമാണ്, പക്ഷെ അത് ഇന്നലെ എഴുതിയ പോലെ ഇരിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞപ്പം മൃഗങ്ങൾ മാത്രം അവശേഷിച്ചു. അല്ലാണ്ട് ഒരുമിച്ച് കൂടിയപ്പം ഒരു സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ വൈറസാണ് അധ്യക്ഷൻ, പിന്നെ സിംഹവും കഴുതി എല്ലാവരും ഉണ്ട്. അപ്പോൾ ചോദിച്ചു, ഈ മനുഷ്യരെല്ലാം അങ്ങനെ ചത്തൊടുങ്ങിയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി പറയാനുണ്ടോ? ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷൻ വെച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ ആദ്യം എഴുന്നേറ്റത് കുതിരയാണ്. കുതിര
ശ്രദ്ധിച്ചോളനെ, നമ്മൾ ഈ വീട്ടിലൊക്കെ ഓമനിച്ച് വളർത്തുന്ന പട്ടിയും പൂച്ചയും കോഴിയൊക്കെ നമ്മളെക്കുറിച്ചൊരു കമൻറ്റ് പറയാൻ കിട്ടിയാൽ എന്തായിരിക്കും പറയുക എന്നുള്ളത് ഇനി കേട്ടു. അപ്പം ആദ്യം കുതിര പറഞ്ഞു മനുഷ്യനത് വരണം. എന്നാ കാര്യം? അവൻ ആക്രാന്തം പിടിച്ചവനാണ്. ആവശ്യമില്ലാതെ അവൻ എന്നെ യുദ്ധത്തിൻ്റെ സാമഗ്രികൾ അണിയിച്ചൊരുക്കി അതിർത്തികൾ പിടിച്ചെടുക്കാൻ പോവുകയാണ്. സത്യം സത്യം, അവനവൻ്റെ രാജ്യത്ത് കിട്ടിയ വസ്തു ഇതുവരെ കൃഷി ചെയ്യാത്ത പാർട്ടികളാണ്. എന്നെ കാണിക്കാനാണ് കാർഗിലൊക്കെ വന്ന് ഈ പാകിസ്ഥാൻകാരൊക്കെ നമ്മളെ മാന്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കാണിക്കാനാണ്. ഇത് പിടിച്ചെടുത്ത് നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്നാ വല്ല പെട്ടിക്കട പോലും വെക്കാൻ പറ്റുമോ തോന്നി പോവില്ലേ? ആവശ്യമില്ലാതെ അതിർത്തി യുദ്ധങ്ങൾ, ആയിരക്കണക്കിന് 4000, 6000 യുദ്ധങ്ങളൊക്കെ ഒരേ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനവൻ്റെ രാജ്യത്തെ പുഷ്ടിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ മാന്തുകയാണ്, അടുത്ത രാജ്യങ്ങളൊക്കെ മാന്തുകയാണ്. അപ്പൊ ഈ കുതിര പറഞ്ഞു, ചോര ചൊരിയാൻ ആക്രാന്തം കാണിക്കുന്ന ഈ മനുഷ്യൻ. നമ്മൾ വിചാരിച്ചു കാർഗിൽ മാത്രമല്ല, അതൊന്നുമല്ല, നമ്മുടെ 4 സെന്റ് മാന്തുന്നവനെയും ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പാതിരാത്രിക്ക് കപ്പ പറിക്കാന്നുള്ള വ്യാജേന പതുങ്ങിയിരുന്ന അതിർത്തി മാന്തുന്നവരോട് ഈ ദൂതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ പണ്ട് ഇവരെ വിശന്നപ്പോഴാ കപ്പ മാന്തില്ലേ? കപ്പ മാന്തി തിന്നിട്ടില്ലേ? ആരും മിണ്ടുന്നില്ല. ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് കടത്തി പറയാൻ തോന്നുക. ആരും കാണാതെ പിള്ളേരെ വിശന്നപ്പം മൂക്കാത്ത കപ്പ പതുങ്ങിയിരുന്ന് മാന്തി പറിച്ചപ്പോൾ അവൻ പന്നിക്കിട്ട് വെച്ച വെടി കൊണ്ടവർ വരെ ഇതിനകത്ത് ഇരിപ്പുണ്ടാവും. ഒരാളും മിണ്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് പോട്ടെ. അപ്പൊ അതിർത്തി മാന്തുകയാണ്. അതുകൊണ്ട് ഇവരിത് വരണം. പ്രിയപ്പെട്ടവരെ, 1360-ലധികം യുദ്ധങ്ങൾ, വൻകിട യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. 371 കോടിയിൽ പരമാവധി ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പിന്നെ പറയാം. എന്താണ് ഇവിടെ നേടിയത്? ഈ യുദ്ധങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവിടെ എന്താ നേടുന്നത്? കുതിര പറഞ്ഞു ഇവരിത് വരണം, ഇവരിത് വന്നേ പറ്റൂ. കുതിരയുടെ കമന്റാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പം ചോദിച്ചു സിംഹത്തിന് വല്ലതും പറയാം. പുള്ളി പറഞ്ഞു അവനിത് വരണം. എന്നാ കാര്യം? മുനാക്രാന്തമാണ്. ഞങ്ങൾ കാര്യം സിംഹമാണ്, ക്രൂര ജന്തു നിങ്ങൾ പറയുമെങ്കിലും ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ, ഇര തേടാറുള്ളൂ. ഇല്ലേ? വിശന്നിരിക്കുന്ന സമയത്ത് ഒരു മാൻകുട്ടി കടന്നു പോകുന്നു, പിറക്കം തളികണക്കെ ചാടിപ്പിടിക്കുന്നു, ഓമ്പല് കുത്തി ഇറക്കുന്നു, ആന കരിമ്പം കാട്ടിക്കരുത് പോലെ കുത്തി മലർത്തി കടിച്ചു പറിച്ച് തിന്ന് ബാക്കിയുള്ളത് അവിടെ ഇട്ടേച്ച് പോകുന്നു. നമ്മളാണെങ്കിലോ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു പോകും. മനസ്സിലായി? അപ്പം അത് ഇട്ടേച്ച് പോകുന്നു. ഇനി ഞങ്ങൾ വിശപ്പടക്കി അവിടെ കിടക്കുമ്പോൾ വേറെ ഏത് മൃഗം പോയാലും ഞങ്ങളതിനെ ആക്രമിക്കാറില്ല. മനുഷ്യൻ അങ്ങനെയാണോ? ആണോ? അപ്പൊ ഇവർക്ക് ഇങ്ങനെ ആക്രമിച്ച് കുത്തിയിറക്കാനാണ് ഈ കോമ്പല്ലുകൾ കൊടുത്തിരിക്കുന്നത്. നമ്മളെ കണ്ടമാനം കുത്തിയിറക്കാതിരിക്കാനാണ് ഒരു കോമ്പല്ലും തരാത്തതും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളങ്ങനെയാണോ? വിശപ്പിനാണോ തിന്നുന്നേ? ആണോ? എനിക്കറിയാൻ വരെ വിശപ്പിനാണ് തിന്നുന്നത്. എത്ര പ്രാവശ്യം തിന്നുന്നത് ആർക്കറിയാം? ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, സഹോദരിമാർ 7 പ്രാവശ്യം തിന്നുമെന്ന്. കണക്ക് ശരിയാണെന്ന് നിങ്ങൾ നോക്കി. രാവിലെ ബെഡ് കോഫി എന്നും പറഞ്ഞൊരു സാധനം, ബെഡ് കോഫി, പല്ലൊന്നും തേക്കാതെ വിടക്ക് കാപ്പി എന്നാണ് പറയേണ്ടത്, പക്ഷേ ഇട്ടിരിക്കുന്നത് ബെഡ് കോഫി എന്നാണ്. അവിടെ തുടങ്ങുകയാണ് ചവക്കിൽ വരയ്ക്ക്. 8 മണിക്ക് പിള്ളേർ പോകുന്നു നൂഡിൽസ്, 9 മണിക്ക് അപ്പം പോകുന്നു പുട്ടും കടലയും, അമ്മയ്ക്ക് 10 മണിക്ക് കഞ്ഞിയും പഴം കഞ്ഞി. എല്ലാവരെയും ബാക്കിയിരിക്കുന്ന അവർ തിന്നുമല്ലോ. ബാക്കി വെച്ചു പോയോ? അത് തിന്നു, കളയാൻ പറ്റത്തില്ല. അപ്പം 2. പിന്നെ ഒരു 11 മണിക്കാണല്ലോ സഹോദരിമാർ സാധാരണ ഭക്ഷണം കഴിക്കുന്നത്. കാരണം 10 മണിക്ക് പല്ല് തേക്കാൻ വേണ്ടി ഒരു ഇച്ചിരി പേസ്റ്റും ഒരു ബ്രഷും എടുത്ത് 4 മുറ്റവും നടന്ന് തുപ്പി തിരിച്ചു വന്നുവെച്ചും ഒരു അരദോശ കഴിച്ചെങ്കിലായി. അപ്പം എത്രയായി? 3. അരദോശ മതി, കാരണം മുക്കാച്ചാക്കാട്ടിരിക്കുകയാണ്. അരദോശ മതി. 3. ഉച്ചയ്ക്കൊന്ന് 4, 4 മണിക്ക് പിള്ളേർ വരുമ്പോൾ 5, വൈകിട്ടൊന്ന് 6, 6ആയി. 7-മത്തെ എപ്പോഴാണെന്നറിയാമോ? എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരത്തൊരു ഭക്ഷണമുണ്ട്. എന്താണത്? 4 ഞാലിപ്പൂവൻ പഴം, ഒരു 50 ഗ്രാം കശുവണ്ടി. പിള്ളേരെ കൊണ്ടുവന്നപ്പോൾ ഇരുന്ന എന്താണ് ഈന്തപ്പഴമൊക്കെയാണ്, അതൊരു 10-100 ഗ്രാം ഉണ്ടെങ്കിൽ. പിന്നെ ചില ആളുകൾ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് 2 പാക്കറ്റ് ബെണ്ണുമായിട്ടിരിക്കുന്നവരുണ്ട്. വർത്തമാനം പറഞ്ഞു മൊത്തത്തിൽ 450 ഗ്രാം. എപ്പോഴാണ്? 7-മത്തെ പ്രാവശ്യം. ഇങ്ങനെ തിന്ന് മനുഷ്യനിപ്പം ചാപ്പാടിന് വേണ്ടി ജീവിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക്. ചോറും ചെറുകിഴങ്ങും പിന്നെ അച്ചിങ്ങായും പീച്ചിങ്ങാന്നും പിള്ളേർക്ക് അറിയത്തില്ല. ഈ ഇരിക്കുന്ന പിള്ളേർക്കുള്ളൂ ഇതെല്ലാം അറിയാമോ? ഹോട്ടലിൽ ചെന്നിട്ട് അവരാരും ചോറ് മേടിച്ച് നിങ്ങൾ കഴിക്കുന്നുണ്ട്. അവർക്കിപ്പം അൽഫാം, കുഴിമന്തി, അവർമ തീർന്നോണല്ലേ? അവർ പറഞ്ഞ പോലെ അവർ പറഞ്ഞതിന് തന്നെ ശവമായിട്ടെടുക്കാനുള്ളതാണ് ഷവർമ, കുഴിയിലേക്കിടാനുള്ളതാണ് കുഴിമന്തി എന്നൊക്കെ പറഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞാലും അവർക്കതെല്ലാം മതി. ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാലങ്ങൾ അങ്ങനെ മാറി വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് സിംഹം പറഞ്ഞു
ഇവനിത് വരണം. ആവശ്യമില്ലാതെയുള്ള ഈ ശാപ്പാടും ആക്രമണം ഇവനിത് വരണം. പിന്നെ കുരങ്ങ് പറഞ്ഞൊരു കാര്യം ഭയങ്കര മോശമായിപ്പോയി നമ്മളെക്കുറിച്ച്. കുരങ്ങ് പറഞ്ഞു ഇവനിത് വരണം. എന്നാ കാര്യം? കുറെ കാലമായിട്ട് ഇവൻ ഈ ഡാർവിൻ്റെ സിദ്ധാന്തം വന്ന ശേഷവും പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ വർഗമാണവൻ, ഞങ്ങളൊക്കെ തറവാട്ടുകാരാണ്, ഞങ്ങൾ പിന്നെ കുഞ്ഞുട്ടിക്കുടി ആലുക്കാസ് പേരിട്ടില്ല എന്ന് മാത്രം, ഞങ്ങളൊക്കെ തറവാട്ടുകാരാണ്. ഞങ്ങളുടെ തറവാടിനെ അപമാനം ഉണ്ടാക്കാനായിട്ട് യുവമാർ ഞങ്ങളുടെ വംശാവലിയാന്നും പറഞ്ഞ് ഞങ്ങളുടെ തറവാടിനെ അപമാനിക്കാൻ നോക്കിയിട്ട് കാലം കുറെ. നിനക്കിത് വരണോടാ? ശരിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വടക്കേന്ത്യ കണ്ടില്ലേ, ഒരു കുരങ്ങൻ്റെ കൊച്ചിനെ ഒരു പട്ടി കടിച്ച് കീറിക്കൊന്നു. എന്താ സംഭവിച്ചത്? അതുപോലെ പ്രചാരം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവരെ യൂണിറ്റി കണ്ടോ? ആ നാട്ടിലുള്ള സകല പട്ടി കുഞ്ഞുങ്ങളെയും ഈ കുരങ്ങന്മാരെ മരത്തിൻ്റെ മണ്ടയെ കൊണ്ടുപോയി താഴോട്ടിട്ട് കൊന്നുകളി. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ? ഉണ്ടോ? അപ്പം ആ യൂണിറ്റി നമുക്കുണ്ടോ? നമ്മളൊരാളെ തല്ലുന്നത് കണ്ടാൽ അവൻ ഏത് ജാതിയാണ് ഏത് മതമാണ് നോക്കിച്ചല്ലേ നമ്മളെ പക്ഷം ചെല്ലുന്നേ. അവർ പറയാ നീ ഒന്ന് ഞങ്ങളുടെ വർഗത്തിൽ ജനിക്കേണ്ടവനേ അല്ലെന്ന് ആര് പറഞ്ഞു? കുരങ്ങന്മാർ. അവർ നമ്മളെ കുറിച്ചുള്ള കമൻ്റ് അതാണ്. ഇനി അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു, പക്ഷികൾ പറഞ്ഞു ഇവർക്കിത് വരണം, കാരണം ഞങ്ങളുടെ ചിറകൾ ദൈവം തന്നത് അനന്തവിഹായസിൽ പറക്കാനാണ്. കെണിവെച്ചും വലവെച്ചും ഞങ്ങളെ പിടിച്ച കൂട്ടിനകത്തിട്ട് ഞങ്ങളെ അവരെങ്ങനെ ഇക്ക വരപ്പിച്ചുകൊണ്ടിരിക്കുക. ലവ് ബേഡ്സ് എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു കൂടുണ്ടാക്കി ലൈറ്റ് വിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പറക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് പറക്കുക, അത്രേ ഉള്ളൂ. വിറ്റ് കാശും മേടിക്കുക. അതുകൊണ്ട് ഇവരിത് വരണം. ഞങ്ങൾക്ക് ഇവരെ പിടിച്ച് കൂട്ടിലിട്ട് അവൻ സമ്മതിക്കുവോ? ഇവരിത് വരണം. ആര് പറഞ്ഞു? നിങ്ങളുടെ വീട്ടിലെ ലവ് ബേഡ്സ് കുരുവികളൊക്കെ പറഞ്ഞു. പിന്നെ മനുഷ്യനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞത് പട്ടിയാണ്. പട്ടി പറഞ്ഞു യജമാനനെ മിസ് ചെയ്യുന്നു. ആരെ? അത് ഇന്ത്യയിലെ പട്ടികൾക്ക് ചേരുന്ന എനിക്ക് തോന്നുന്നില്ല, ഈ വിദേശത്തുള്ള നായകൾക്കൊക്കെ ചേരുന്നത്. എന്നാൽ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പം കാണാം ഒരു പട്ടിനെ പിടിച്ചുകൊണ്ട് നടപ്പാ കേട്ടോ, കയ്യിൽ കൂടുമുണ്ട്. ഞാനൊരു മലയാളം വെച്ചു, ഇതിൻ്റെ കയ്യിൽ കൂട്, അത് പട്ടി എവിടെയെങ്കിലും ഇരുന്ന് അപ്പിയിട്ടാൽ അത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പുള്ളി ഇതും കൂടെ നടക്കുന്നത്. പിന്നെ കാരണം എവിടെയെങ്കിലും വേസ്റ്റ് ബോക്സ് കാണുമ്പോൾ പ്ലാസ്റ്റിക് ഇടേണ്ട സ്ഥലമുണ്ട്, ഇതിടേണ്ട സ്ഥലമുണ്ട്, അവിടെയും വരുന്നത് ചോന്നുകൊണ്ട് നടക്കണം. അപ്പം ഇതൊക്കെ ചോന്നുകൊണ്ട് നടക്കുക. ചില ആളുകൾ പട്ടിക്കാ സ്വത്തെഴുതി വെക്കുന്നത്. ഇതേപോലെ ഇംഗ്ലണ്ടിലെ പിള്ളേരൊക്കെ തമാശയ്ക്ക് പ്രാർത്ഥിക്കും, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അങ്ങേ വീട്ടിലെ പട്ടിയാകാൻ സഹായിക്കും. ചുമ്മാ പ്രാർത്ഥിക്കുക, സ്വത്തെഴുതി വെക്കുക പട്ടിക്ക്. അപ്പൊ പട്ടി പറയാണ് പിന്നെ യജമാനെ മിസ് ചെയ്യുന്നു പറയും. ഇനി പാമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയാമോ? ഏതൻ തോട്ടം മുതലേ ഇവന് തുടങ്ങിയതാ ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആക്രമിക്കാൻ. ഇവൻ വാസ്തവത്തിൽ ബുദ്ധി തീരെ ഇല്ലാത്തവനായ ഒരു സാധനമാണ്. ഇവനെ ദൈവശാസ്ത്രത്തിൻ്റെ അകത്ത് ഇവന് ഏതൻ തോട്ടം കൊടുത്താൽ അവനെ കുട്ടിക്കുറങ്ങും, നശിപ്പിക്കും. നല്ലൊരു ഭൂമി കൊടുത്തതാ, അവനെ നശിപ്പിച്ചു. അതുകൊണ്ട് മനുഷ്യവർഗത്തിന് മാറാൻ പറ്റില്ല, ഇവനിത് വരണം. ഒടുവിൽ ഉപസംഹാര പ്രസംഗത്തിൽ വൈറസ് എഴുന്നേറ്റ് ഇങ്ങനെ പ്രസംഗം അവസാനിപ്പിച്ചു. സ്റ്റുപ്പിഡ് സ്പീഷീസ്, അതാണ് മനുഷ്യൻ, ഏറ്റവും ബുദ്ധിയില്ലാത്ത മൃഗം. നമ്മളെന്താ പറയുന്നേ? ബുദ്ധി, ചിന്ത, വികാരം, ഇച്ഛ, ചിരിപ്പിക്കുവാൻ ഉള്ള കഴിവ്, ചിരിക്കുവാൻ ഉള്ള സ്വതസിദ്ധമായ ശൈലി, ഇതൊക്കെയാണ് മൃഗത്തിൽ നിന്ന് മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന ഘടകമെന്നാണ് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ശരിയാണ് താനും, മന്നം ചെയ്യുന്നവൻ ശരിയാണ്. ഇവർ പറയാണ് എടാ ഈ വൈറസിനെ നിങ്ങൾ കണ്ടുപിടിച്ചതല്ലേ, ദൈവം കണ്ടുപിടിച്ചതാണോ? ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായതാണോ? വൈറസ് അല്ല. നിങ്ങൾ മയിലിലുള്ള മുയലിനെയോ അല്ലെങ്കിൽ കീടങ്ങളെയോ പെരുശാഴിയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച സാധനമാണ്. ഈ സാധനം നിങ്ങൾ മനുഷ്യവർഗത്തിലേക്ക് തിരിച്ചുവിട്ടു. ഇവരെ AC റൂമിനകത്താ കിടത്തിയിരിക്കുന്നേ. ഈ നാട്ടുകാർ എത്ര പേര് AC കിടക്കുന്നുണ്ട്? പറ. ഒരു AC റൂം ഉണ്ടാകും. ഇവിടെ അല്ലേ VIP കിടത്തുന്നേ. അപ്പൊ ഈ വൈറസ് എന്ന സാധനത്തെ എനിക്ക് ജീവിക്കണമെങ്കിൽ AC റൂം വേണം. ആ AC റൂമിനകത്ത് എന്നെ ഇങ്ങനെ ഇട്ട് വളർത്തുമ്പോൾ ഇത് തിരിഞ്ഞു കൊത്തുന്ന സാധനമാണെന്ന് ഇവൻ അറിയാം. ഇത് കുടത്തിൽ ഒതുങ്ങുന്ന ഭൂതമല്ലെന്ന് അവൻ അറിയാം. അറിഞ്ഞുകൊണ്ട് ഇവൻ എന്നെ വളർത്തി. അതുകൊണ്ട് ഇവൻ അതിൻ്റെ തിക്തഫലം അനുഭവിക്കണം. വൈറസിന്റെ ഉപസംഹാര പ്രസംഗമെല്ലാം കഴിയുമ്പോൾ ആക്രമിക്കപ്പെട്ട ഒരാൾ ഓടി വരുന്നു. മൃഗങ്ങൾ ആക്രമിക്കാൻ ചെല്ലുന്നു. ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വരുന്നു, ഇയാളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഇയാൾ പറഞ്ഞു എനിക്ക് ജീവിക്കണ്ട. ദൂതൻ പറഞ്ഞു നിനക്ക് മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആക്രമണം ഇല്ലാത്ത, വൈറസിന്റെ ആക്രമണം ഇല്ലാത്ത രാജ്യം നിനക്ക് വേണ്ടിയുണ്ട്. ഇയാൾ മാനസാന്തരപ്പെടുന്നു, ഇയാൾ സ്വർഗത്തിലേക്ക് പോകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, 1935 ഇംഗ്ലണ്ടിന്റെ ഈ നാടകൃത്ത് നീൽ ഗ്രാൻഡ് എഴുതിയത് ലാസ്റ്റ് വാർ എന്ന നാടകം ഈ കോവിഡ് സമയത്ത് എഴുതിയ പോലെ ഇരിക്കുന്നില്ലേ? വാസ്തവത്തിൽ ഒരു മുന്നറിയിപ്പായിരുന്നില്ലേ അത്? നോസ്ട്രദാമസിലേക്ക് വരാം. പല ആളുകളും നോസ്ട്രദാമസിന്റെ ചരിത്രങ്ങൾ വിശ്വസിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം.
പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ലെസ് പ്രോഫസീസ്. 1000 വർഷം കൊണ്ട് ലോകത്ത് നടക്കേണ്ട 3000 പ്രവചനങ്ങൾ പ്രവചിച്ചയാളാണ് ഇദ്ദേഹം. അദ്ദേഹം പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം ചിലതൊക്കെ പാളിപ്പോയിട്ടുണ്ട്. ഇടുക്കി ഡാം തകരുന്ന ഡേറ്റ് പറഞ്ഞു, പാളിപ്പോയി. പക്ഷെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ, 4ാമത്തെ പോയിന്റ് പറഞ്ഞ് നിർത്താനേ പറ്റത്തുള്ളൂ. 5ാമത്തെ കടത്തിലേക്ക് വരാം. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിഷേധിക്കുകയോ മറച്ചു പിടിക്കുകയോ ചെയ്തു. 5ാമത്തെ കാര്യം, 4ാമത്തെ കാര്യം അറിയാമോ? നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ തെറ്റ് പറഞ്ഞു, വൻ വിപത്തുകൾ വരാൻ പോകുന്നു. ആര് കേൾക്കാൻ? അല്ലെങ്കിൽ നോഹ പറയാണ് മഴ വരാൻ പോകുന്നു. അവർ പറഞ്ഞു, നോഹേ എന്ത് മഴ? എന്ത് മഴ? നീ കണ്ടിട്ടുണ്ടോ മഴ? ഇല്ല. നീ കണ്ടിട്ടില്ല. കാണാത്ത കാര്യം വരാൻ പോവുക എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത്? നിന്റെ തലയ്ക്കെല്ലാം സ്ക്രൂ ഇളകിയിട്ടുണ്ട്. പക്ഷെ നോഹ പറഞ്ഞു, ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് പ്രസംഗിക്കുന്നത്. അവൻ പ്രസംഗിച്ചത് സംഭവിച്ചു. 65 മൈൽ ദൂരത്താണ് അവൻ പെട്ടകം പണിത് വെച്ചതെന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. 65 മൈൽ ദൂരത്താണ് പണിത് വെച്ചതെങ്കിൽ മഴയെങ്ങാനും പെയ്തില്ലെങ്കിൽ ഈ പെട്ടകം അങ്ങോട്ട് ചുമക്കണ്ടേ, നീറ്റിൽ ഇറക്കാൻ അറ്റകുറ്റം തീർന്നോ എന്നറിയാൻ. നോഹ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ആരെയും ഞാൻ വിളിക്കത്തില്ല. എൻ്റെ പെട്ടകം ഗതികിട്ട് ഞാൻ അങ്ങോട്ട് ചുമക്കേണ്ടി വരത്തില്ല. കടലിൽ കിടക്കുന്ന വെള്ളത്തെ നീരാവിയായി പൊക്കിയെടുത്ത് ആർമേഘത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു നിർത്തി ഒരു വടതിക്കാറ്റും തെന്നിക്കാറ്റും അയച്ച് ഇടിവെട്ടി പെയ്യുന്ന ഇടവപ്പാതി കണക്കെ, തുള്ളിക്കൊരുകുടം പെയ്യുന്ന തുലാവർഷമെന്ന കണക്കെ 40 രാവും 40 പകലും മാനം തുറന്നു നിർത്താതെ മഴ പെയ്യുകയും 150 ദിവസം വെള്ളം പൊങ്ങുകയും ചെയ്യുമ്പോൾ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഞാൻ പണിത് വെച്ച പെട്ടകം പൊങ്ങും, ആരരാത്തിൽ ഉറയ്ക്കും. ഇതവൻ്റെ വിശ്വാസമായിരുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോടും പന്തലുള്ളവരും പറയട്ടെ, ഈ പെട്ടകം ദൈവസഭയ്ക്കും ക്രിസ്തുവിനും നിഴലാണ്. ഗോഫർമരം മുറിച്ചത് താഴ്വരയിലാണ്. ആശാരി ചവിട്ടിപ്പിടിച്ചിരുന്നത് താഴ്വരയിലാണ്. മർദ്ദനമുറകൾ മുഴുവൻ നടത്തിയത് താഴ്വരയിലാണ്. അതിന് കീലും പശയും ഇട്ടത് താഴ്വരയിലാണ്. അതിന് കിഴുത്തയിട്ടതും കുട്ടുവടി കൊണ്ടടിച്ചതും മുറിച്ചതുമെല്ലാം താഴ്വരയിലാണ്. പെട്ടകം ഉറച്ചത് താഴ്വരയിൽ അല്ല, ഉറച്ചത് ഉയരത്തിലാണ്. ക്രിസ്തുവിനും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ദൈവസഭയ്ക്കും നിന്നയും പരിഹാസവും ഉള്ളത് ഈ ബൈബിൾ എടുത്ത് ഞങ്ങൾ പോകുമ്പോൾ 4 കവലകളിലെ കലുങ്കയിലിരിക്കുന്നവരാണ്. രോഗങ്ങളും ഭാരങ്ങളും ഉള്ളത് ഈ ശരീരത്തിനകത്താണ്. പക്ഷേ ഇതെല്ലാം വന്നിട്ട് ആവേശത്തോടെ ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കാരണമുണ്ട്. സഭ ഉറയ്ക്കുന്നത് ഇവിടെയല്ല, കേരളത്തിന്റെ മണ്ണിൽ അല്ല, ഏഷ്യ ഭൂഖണ്ഡത്തിൽ അല്ല. ഒരുത്തനും കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയാത്ത അരരാത്തിന്റെ മുകളിൽ ഉറപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലഘട്ടത്തിന്റെ സുവിശേഷമാണ് ഇന്ന് രാത്രി ഇവിടെ പ്രഘോഷിക്കപ്പെട്ടത്. എന്താ പ്രശ്നം? ഉപദേശമാർക്ക് വരെ പണ്ട് പെന്തിക്കോസുകാരല്ലേ, അവരിങ്ങനെ ഉന്തും തള്ളും, അത്രേ ഉള്ളൂ. അബ്രഹാമിന്റെ കൂടാരവാതിക്കൽ 3 പേര് വന്ന് നിൽക്കുക. എന്തോ പറഞ്ഞു അബ്രഹാം ഓടിച്ചെന്നിട്ട് 2ാമത്തെ വാക്യം, യജമാനന്മാരെ എന്നല്ല, യജമാനനെ. 3 പേര് നിൽക്കുന്നുണ്ട്. യജമാനന്മാരെ എന്ന് വിളിക്കണ്ടേ? ഇല്ല, വിളിച്ചില്ല. ഒരാളെ വിളിച്ചിട്ടുള്ളൂ, യജമാനനെ. അതാരാണ്? മമ്രയുടെ തോപ്പിൽ കീബോർഡിന് 8ാമത്തെ കട്ടയിൽ പിടിക്കാതെ, ടാമർ ഇല്ലാതെ, ആമേൻ പറയാൻ ആളില്ലാതെ, സംഗീതം വായിക്കാൻ ആളില്ലാതെ ഒറ്റയ്ക്ക് അവൻ മുട്ടുമടക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട് അന്തരാത്മാവിൽ അബ്രഹാം. ആ ദൈവം അവന്റെ കൂടാരവാതിക്ക് വന്നപ്പോൾ അന്തരാത്മാവിൽ അവൻ അറിഞ്ഞു. ഈ ദേശത്തോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഇത് കാശ് വെറുതെ കളയാൻ വേണ്ടി വെച്ച യോഗമല്ലിത്. നിങ്ങളുടെ കൂടാരവാതിൽക്കൽ ഇന്ന് രാത്രിയിൽ സുവിശേഷവുമായി ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് കേവലം പെന്തക്കോസുകാരുടെ ഒരു കണ്ടക്ഷവുമായി കണക്കെടുക്കേണ്ട. കാലഘട്ടത്തിന്റെ പ്രവാചകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ദേശത്തോട് ഇടപെടുകയാണ് ചെയ്യുന്നത്. 10ാമത്തെ വാക്യം, അടുത്തയാണ്ടേക്ക് ഞാൻ വരുമ്പോൾ നിന്റെ ഭാര്യ സാറാക്കൊരു കുഞ്ഞുണ്ടാകും. ഇരിക്കുന്ന 3 പേരാ, ചാപ്പടിക്കുന്ന 3 പേരാ. പറഞ്ഞത് ഞാൻ വരുമ്പോൾ എന്നാണ്. ആരാണ് ഈ ഞാൻ? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഒടുവിലത്തെ വാക്യത്തിൽ യഹോവ അബ്രഹാമിനോട്, അടുത്ത വാക്യം, 2 പേർ സോദോമിലേക്ക് പോയി, അബ്രഹാമോ യഹോവയുടെ മുൻപാകെ നിന്നു. പരിചയമുള്ള എൻ്റെ സഹോദരൻ കീബോർഡ് വായിക്കുന്നത്, പക്ഷേ ആ കട്ടയുടെ അടിയിൽ നിന്നും പുറപ്പെടുന്ന രാഗത്തിനിടയിൽ നിനക്കുള്ള സന്ദേശമുണ്ട്.
ഈ റിതംപാട് വായിക്കുമ്പോൾ തബലയും ഒക്കെ വായിക്കുന്ന ആ ശ്രുതികൾക്കിടയിൽ നിങ്ങൾക്കുള്ള വിടുതലിന്റെ സന്ദേശമുണ്ട്. നിങ്ങൾ സ്ഥിരം കാണുന്നയാളാണ് പ്രാർത്ഥിക്കുന്നെങ്കിലും, എത്രയോ പ്രാവശ്യം കണ്ട ജോയി പാറയ്ക്കല പ്രസംഗിക്കുന്നെങ്കിലും, ഏത് ചെറിയവൻ പറഞ്ഞാലും വലിയവൻ പറഞ്ഞാലും ഇന്ന് രാത്രിയിൽ അവിചാരിതമായി യോഗം വെച്ചിട്ടില്ല. ദൈവത്തിന് സംസാരിക്കുവാനുണ്ട്. ഏതൊരാൾ സംസാരിക്കുമ്പോഴും അതിനിടയിൽ ദൈവത്തിന്റെ ദൂതുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഈ രാത്രിയിൽ ഈ യോഗം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയേണ്ടതായിട്ട് വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 9:30 പറഞ്ഞ സമയം നിർത്തണമല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മെഡിക്കൽ സയൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, അവഗണിച്ചു. ചരിത്രം മുന്നറിയിപ്പ് നൽകി, അവഗണിച്ചിട്ടുണ്ടാകും. ഇതിഹാസ പുരുഷന്മാരുടെ എഴുത്തുകൾ അവഗണിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഇടയിൽ എഴുന്നേറ്റ ആളുകൾ നൽകിയ നിർദ്ദേശങ്ങൾ, പ്രവചനങ്ങൾ, ദൂതുകൾ അവഗണിച്ചിട്ടുണ്ടാകും. 5-ാമത്തെ കാര്യം, കോവിഡ് അല്ലെങ്കിൽ ഈ പ്രസംഗമെന്ന സുവിശേഷ പ്രസംഗം അവഗണിച്ചാൽ, ആളതിൻ്റെ ബാക്കി ഞാൻ പറയുന്നത് അത് കണക്ട് ചെയ്ത് പറയുന്നതായിരിക്കും. 4 കാര്യങ്ങൾ അവഗണിച്ചപ്പോഴും രോഗങ്ങളാണ് വന്നതെങ്കിൽ ഇവിടെ പറയുന്ന സുവിശേഷം 5-ാമത്തെ മുന്നറിയിപ്പാണ്, യേശു വരാറായി എന്നുള്ളതിൻ്റെ. യേശു വരാറായി എന്ന് പറഞ്ഞാൽ ഉക്രൈൻ റഷ്യ യുദ്ധമൊക്കെ അറിയാമല്ലോ. നാളെ നമ്മളെല്ലാം ഇവിടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ സഭ എങ്ങനെ വരണമെന്നറിയാമോ? കറയില്ലാതെ, കളങ്കമില്ലാതെ, വാട്ടമില്ലാതെ, മാലിന്യമില്ലാതെ തേജസ്സോടെ മുൻനിർത്തുന്ന കർത്താവിൻ്റെ അടുക്കൽ വരാൻ തയ്യാറായി വരണം. നാട്ടുകാരെങ്ങനെ നിൽക്കണമെന്നറിയാമോ? തടുത്തുമാറ്റിയും പിടിച്ചുമാറ്റിയും 2.5 കൊല്ലം മരണത്തിന് വിട്ടുകൊടുക്കാതെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് യോഗം നടക്കുന്നെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ യേശുവിന് പദ്ധതിയുണ്ട്. എബ്രായലേഖനം 4-ാമത്തെ ശരണത്തിനായി ഓടി വന്നവരായ നാം വരാൻ പോകുന്ന ഭൂതലത്തിലെ സകല മാലിന്യങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും പിളർക്കപ്പെട്ടൊരു പാറയുണ്ട്. ആ പാറയാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് എഴുന്നേൽക്കാം. ഇന്ന് രാത്രി ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ, ഈ പ്രസംഗം ഞങ്ങൾ തള്ളിക്കളഞ്ഞാൽ, ഏത് തള്ളിയാലും ദുരന്തങ്ങൾ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ നിർമ്മലമായൊരു സുവിശേഷ പ്രസംഗം തള്ളിക്കളഞ്ഞാൽ, ഈ മുന്നറിയിപ്പ് ഞങ്ങൾ അവഗണിച്ചാൽ നിത്യതയിലെത്തുവാൻ ഇടയായി തീരുകയില്ല.